നീ എന്തൊലത്തോന്നാ? എന്റെ ഭാര്യയ്ക്ക് ചെയിൻ മേടിച്ചു കൊടുക്കാൻ നീ ഏതാളാ? നിനക്ക് ശരിക്കും ഒരു സ്വീകരണം ഞാൻ തരുന്നുണ്ട്. മറക്കില്ല, ചത്താലും ഞാനത് മറക്കില്ല. ഇങ്ങനെ ഒരു അലവലാതി പിടിച്ചെന്നെ കെട്ടിച്ച് എന്റെ അച്ഛൻ എന്റെ ജീവിതം തോലച്ചു. രവീന്ദ്രൻ സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പല്ലവിക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അബിയെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഞാൻ കണ്ടിട്ടേയില്ല. ഇന്നവൻ വേറെ ആരോ ആയ പോലെ തോന്നി എനിക്ക്. ഇത് ആര് വാങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനാ മാഡം. സോറി. ബോർഡിംഗ് ടൈം ആയി. ഷാൽ വി മൂവ് മിസ്സസ് അഭിമന്യു പിള്ളെ? അഭിമന്യു പിള്ളെ? എടാ ഒന്നിനും കൊള്ളാത്തവനെ, ഒരു ചെരുപ്പ് തുന്നാൻ പോലും അറിയാത്ത നിനക്ക് ഈ ചെരുപ്പിന്റെ വില എന്താണെന്നറിയൂ? ഛേ, അല്ല, 1.5 ലക്ഷത്തിന്റെ ലൂയി വിറ്റോൺ എടുത്ത് നിന്റെ കയ്യിൽ തന്ന എന്നെ ഇതേ ചെരുപ്പ് കൊണ്ട് തന്നെ അടിക്കണം. ഷോറൂമിൽ കൊണ്ടുപോയി നേരെയാക്കാൻ പറഞ്ഞ ഏതോ തെരുവിലെ കടയിൽ ചെന്ന് നേരെയാക്കി കൊണ്ടുവന്നിരിക്കുന്നു. എടാ വിവരമില്ലാത്തവനെ, ഇതൊക്കെ ഞാൻ എങ്ങനെയാ നാളത്തെ ഫംഗ്ഷൻ ഇടുന്നത്? ഛേ! അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ചെരുപ്പെടുത്ത് മരുമകൻ അഭിമന്യുവിന്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യം പ്രകടിപ്പിച്ചു മാലിനി എന്ന അവന്റെ അമ്മായിയമ്മ. ഒരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് ഇത് നേരെയാക്കിട്ട് വരാം. ഇപ്പൊ അങ്ങ് ഒലത്തും. പോടാ, പോയി എല്ലാവർക്കും ജ്യൂസ് എടുത്തോണ്ട് വാ. അഭിമന്യുവിനെതിരെ നടന്ന ഈ അനീതിയെ ദൂരെ നിന്ന് കാണുകയായിരുന്നു അവിടുത്തെ വേലക്കാരി കനക. മോൻ അവരുടെ കോലം കണ്ടില്ലേ? ചെറിയ പിള്ളേരെ പോലെ മിനുക്കി തേച്ച് നടക്കുന്നു. നമ്മളെപ്പോലെ അധ്വാനിച്ച് സമ്പാദിച്ചവരല്ലാത്തതുകൊണ്ട് ആളുകളെ ബഹുമാനിക്കാൻ അറിയില്ല. ഭർത്താവിൻ്റെ കാശിൽ അഹങ്കരിച്ച് നടന്ന അതൊക്കെ എങ്ങനെ മനസ്സിലാവാന്? മോൻ ഈ വീട്ടിലെ മരുമകന്, എന്നിട്ട് അവരുടെ പെരുമാറ്റം കണ്ടില്ലേ? ഈ കഷ്ടപ്പാടൊക്കെ നീ എന്തിനാ സഹിക്കുന്ന മോനെ? ഇതൊക്കെ നിന്റെ അച്ഛനും അമ്മയും കണ്ടിരുന്നെങ്കിൽ അവർക്ക് സഹിക്കൂ. അതിന് അവരിവിടെ ഇല്ലല്ലോ. പോട്ടെ ചേച്ചി, രവീന്ദ്രൻ സാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പല്ലവിക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് ഇടറിയ ശബ്ദത്തിൽ നിസ്സംഗമായി അഭിമന്യു കനകത്തിനോട് പറഞ്ഞു. സാരമില്ല മോനെ, എല്ലാം നേരെയാവും. ആ ജോത്സ്യൻ പറഞ്ഞത് കേട്ടില്ലേ? നാളെ നിന്റെ ജീവിതം മാറാൻ പോവാന്ന്. നിന്റെ ജാതകത്തില് രാജയോഗമുണ്ട്. ഒന്നുഷാറാക്കാൻ കമലം പറഞ്ഞപ്പോൾ കേൾക്കാനൊക്കെ രസമുണ്ട്. സത്യാ മോനെ, ഇത് നടന്നിരിക്കും. മോനെ, നാളെ നിന്റെ പിറന്നാളല്ലേ? പല്ലവി മോൾക്കത് അറിയോ? എന്ന നിഷ്കളങ്കമായ ആ ചോദ്യത്തിന് പിറന്നാളോ? ഞങ്ങളുടെ കല്യാണ നാൾ വരെ അവള് മറന്നിട്ടുണ്ട്. മറക്കില്ല, ചത്താലും ഞാനത് മറക്കില്ല. ഇങ്ങനെ ഒരു അലവലാതി പിടിച്ചെന്നെ കെട്ടിച്ച് എന്റെ അച്ഛൻ എന്റെ ജീവിതം തോലച്ചു. കണ്ണിൽ കോപത്തോടെ തന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പല്ലവി. ശരി, പോട്ടെ. അങ്ങേർക്ക് വിവരമില്ലെന്ന് വിചാരിക്കാം. ഇവൻ എന്തിന്റെ സൂക്കേടാ? കാണാൻ കൊള്ളാവുന്ന ഒരു കാശുള്ള പെണ്ണിനെ കിട്ടിയപ്പോ ബാക്കിയുള്ള ജീവിതം അവളുടെ വീട്ടില് മണവാളം കളിച്ച് തീർക്കാന്ന് കരുതി വന്നിരിക്കുന്നു. നാണം കെട്ടവൻ. അപ്പോൾ അവളുടെ ആൺ സുഹൃത്ത് ഒരുവൻ, അത് വിടുപല്ലവി. 6 മാസങ്ങൾക്ക് മുൻപ് പല്ലവിയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാത്ത അഭിമന്യു ഞെട്ടലിൽ ഒരു ശില പോലെ നിന്നു. വേറെ വഴിയില്ലാതെ കല്യാണ ദിവസം മുതൽ പല്ലവിയുടെ വീട്ടിൽ കാശ് വാങ്ങാതെ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരനെ പോലെ അവൻ ജീവിക്കാൻ തുടങ്ങി. ഇടി, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് ഡിവോഴ്സ് ചെയ്താ പോരെ? അത് അത്രയ്ക്ക് എളുപ്പമല്ല. ഞാൻ അങ്ങനെ കയറി അവനെ ഡിവോഴ്സ് ചെയ്താ അച്ഛന്റെ സ്വത്തിൽ ഒരു തരി എനിക്ക് കിട്ടില്ല. കാരണം ഈ കല്യാണം അങ്ങേര് ഉറപ്പിച്ചതാ. അപ്പോ ഇതാണോ ഇനി നിന്റെ വിധി? അല്ല, 3 ദിവസത്തിന് ശേഷം അമേരിക്കയില് 200 കോടി പ്രോജക്റ്റ് സൈൻ ചെയ്യാൻ പോവല്ലേ. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ആ പിച്ചക്കാരനെ ഞാൻ വീട്ടിൽ നിന്ന് വലിച്ച് പുറത്തേക്കറി. നീ കണ്ടോ? എന്നു പറഞ്ഞ കോപത്തോടെ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവളുടെ അച്ഛൻ വളരെ ഹാപ്പിയായി ആ വീട്ടിലേക്ക് കയറി വന്നു. മോനെ, എടാ മരുമോനെ. ഈ കുടുംബത്തിൽ തന്നെ മരുമോനെ എന്ന് വിളിക്കുന്ന ഏക വ്യക്തി അദ്ദേഹം ആയതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി വന്ന് അവൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നു. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഡിയർ. ഒരാളെങ്കിലും ഇത് ഓർമ്മിച്ചു വെച്ചുവല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അഭി. ചേച്ചി, ഇവന്റെ ബർത്ത്ഡേ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തോണ്ട് വരും. ഓ, കൊണ്ടുവരാൻ സാർ. പല്ലവി വിഷ് ചെയ്തോ? ആ, ചെയ്തിരുന്നു. അഭിയുടെ ആ സന്തോഷം ഒരു നിമിഷം പോലും നിലനിന്നില്ല. സാർ, ഇതിൽ കേക്കൊന്നും ഇല്ലല്ലോ. ശ്രദ്ധിച്ചു നോക്ക് ചേച്ചി, അത് അവിടെ തന്നെ ഉണ്ട്. ഇല്ല സാർ, ഇവിടെ കേക്കൊന്നും കാണുന്നില്ല. ഇല്ലേ? വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണല്ലോ. എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ രവി കണ്ടത് ആ കേക്ക് കഴിക്കുന്ന അവരുടെ വീട്ടിലെ ടിനോ എന്ന പട്ടിയെയാണ്.
അത് കണ്ട് ദേഷ്യം വന്ന രവി മാലിനി മാലിനി ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ജാനകി ഫോണിൽ സംസാരിക്കുന്നു എന്ന് അഭിനയിച്ച് ഒരു അഹങ്കാരത്തോടെ അവരുടെ മുന്നിലേക്ക് വന്നു. ഇവന്റെ പെരുന്നാളിന് മേടിച്ച കേക്ക് ആരാ ടിനോയ്ക്ക് കൊടുത്തത്? അയ്യോ, മരുമോൻ സാറിന്റെ പിറന്നാളായിരുന്നോ ഇന്ന്? അയ്യോ, ഇതറിയാതെ ഞാൻ ഈ കേക്ക് ആ ടിനോന് കൊടുത്തല്ലോ എന്ന് മാലിനി കളിയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ എന്താ ചേട്ടാ, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്ക് മേടിച്ചൂടെ മരുമോന്? ഞാൻ വിചാരിച്ചു ഇത് പട്ടിക്കെങ്ങാനും കൊടുക്കാൻ മേടിച്ചാണെന്ന്. ദേഷ്യത്തിൽ ചുവന്ന കണ്ണുകളുമായി അവളെ നോക്കി നിൽക്കുന്ന രവികുമാർ. ഇദ്ദേഹത്തെ പോലൊരു മഹാന്. എടീ, അങ്കിൾ, ഞാൻ കാരണം നിങ്ങൾ ഒരിക്കലും തല്ലുകൂടാൻ പാടില്ല. അങ്കിൾ വിഷ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അഭി രവിചന്ദ്രന്റെ അനുഗ്രഹം മേടിക്കുന്നു. അവനെ അയാൾ ഒരു വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുന്നു. അതേ സമയത്ത് തന്നെ അഭിയുടെ ഫോണിലേക്ക് പല്ലവിയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നു. ജീവിതത്തിൽ ആദ്യമായി തനിക്ക് അവൾ ഒരു മെസ്സേജ് അയച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവളെ കാണാൻ വേണ്ടി അയാൾ ചെല്ലുന്നു. തന്റെ പിറന്നാൾ അവൾ ഓർമ്മിച്ച് എന്തോ സർപ്രൈസ് തരാൻ വിളിച്ചതാണെന്ന് കരുതി അവൻ സന്തോഷിക്കുന്നു. വഴിയിൽ അവൾക്കൊരു ഫ്ലവർ ബൊക്കെ നൽകുന്നതിന് വണ്ടി നിർത്തി അഭി ഇറങ്ങുന്നു. ആ സമയത്ത് അവന് മറ്റൊരു ഫോൺ കോൾ വരുന്നു. പല്ലവിയുടെ സഹോദരനാണ് അവനെ വിളിക്കുന്നത്. എടാ, ഒരു പണിയുമില്ലാത്ത നിനക്ക് 2 ചെരുപ്പ് തയ്ച്ചിട്ട് വരാൻ 2 ദിവസം വേണോ? നിന്നെ പോലെ ഒരുത്തനെ പിടിച്ച് എന്റെ പെങ്ങളെ കെട്ടിച്ച തന്തയെ പറഞ്ഞാൽ മതിയല്ലോ. അത് കേട്ട് ദേഷ്യം വന്ന അഭി നോക്ക്, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. എടാ, ഇന്ന് എൻ്റെ പിറന്നാളാണ്. അതുപോലും മനസ്സമാധാനമായിട്ട് ആഘോഷിക്കാൻ സമ്മതിക്കാതെ എന്തിനാ നീ നിന്റെ അമ്മയെ എന്നെ ഇങ്ങനെ പെടാപ്പാട് പെടുത്തുന്നത്? എടാ, ഒരു പ്രായം കഴിഞ്ഞ ബർത്ത്ഡേ നന്നായി സമ്പാദിച്ചവരും ലൈഫിൽ സെറ്റിലായവരും ഒക്കെ മാത്രമേ ആഘോഷിക്കാറുള്ളൂ. നിന്നെപ്പോലെ ഭാര്യയുടെ വീട്ടില് ഓസിന് ചോറും കറിയും അടിച്ചുകൊണ്ടിരിക്കുന്ന അവന്മാർക്ക് എന്തിനാ ഇത്തരം ആഘോഷങ്ങളൊക്കെ? മര്യാദയ്ക്ക് പോയി ചെരുപ്പ് തയ്ച്ചു വാ. 2 എക്സ്ട്രാ പീസ് ചോറിന്റെ കൂടെ തരാൻ ഞാൻ പറയാം. അതല്ല 4 കഷ്ണം വേണമെങ്കിൽ അതും തരാം. ഇത് മതിയാവില്ലേ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്? പോയി ആ ചെരുപ്പ് തയ്ച്ചിട്ട് വാടാ. കളിയാക്കി പല്ലവിയുടെ സഹോദരൻ ഫോൺ വെച്ചപ്പോൾ ഒരു നിമിഷം ദേഷ്യത്തിൽ തന്റെ അമ്മായിയമ്മയുടെ ചെരുപ്പെടുത്ത് ദേഷ്യത്തോടെ റോട്ടിൽ വലിച്ചെറിയാൻ അഭി ശ്രമിക്കുന്നു. പക്ഷേ ചെയ്യുന്നില്ല. ചേട്ടാ, ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ തിരിച്ചു വരുമ്പോൾ എടുത്തോളാം. ശരി. പല്ലവിയെ കാണാനുള്ള ഉത്സാഹത്തിൽ അഭി അവളുടെ ഓഫീസിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി നടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു കാർ വന്ന് ആ ബൈക്കിലിടിച്ചു. ആ കാറിൽ നിന്നും പുറത്തു വന്ന അവളുടെ ഫ്രണ്ട് തന്റെ തെറ്റ് മറയ്ക്കുന്നതിന് വേണ്ടി അഭിയോട് ആവശ്യമില്ലാതെ ചൂടാവുന്നു. നിനക്കെന്താടാ കണ്ണ് കണ്ടൂടെ? നിന്റെ പാട്ട വണ്ടി കൊണ്ടുവന്നിരിക്കാൻ എൻ്റെ കാറേ കിട്ടിയുള്ളൂ. നീ കാരണം എൻ്റെ വണ്ടിയിൽ സ്ക്രാച്ച് വീണു. അലവലാതി. അതും പറഞ്ഞ് ദേവ ചൂടായപ്പോൾ അഭിക്ക് വല്ലാതെ ദേഷ്യം വന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവിടെ മാറ്റി പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മാറ്റിയാൻ. അതിന് കൊണ്ടുവന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും ചൂടാവേണ്ടത് ഞാനാ എന്ന് പറഞ്ഞ് അഭിയെ ഒന്ന് കണ്ണോടിച്ച് അവൻ നോക്കി. ഒന്ന് ചൂടായി നോക്ക്. കാണാൻ ഒരു പിച്ചക്കാരനെ പോലെ ഇരിക്കുന്ന നിന്നെയൊക്കെ ആരടാ നിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടത്? ഇനി ഒരു തവണ കൂടി ഞാൻ ഇവിടെ നിന്നെ കണ്ടുപോകരുത്. ഓടാ ഇവിടെ നിന്ന്. ഇത്രയൊക്കെ നടന്നിട്ടും തന്റെ കോപത്തെ മൊത്തം ഒതുക്കി പല്ലവിയെ കാണാൻ വേണ്ടി അഭി ലിഫ്റ്റിൽ കയറി ചെല്ലുന്നു. ഇല്ല, നെക്ലസ് കാണുന്നില്ല. എവിടെ പോയിന്നറിയില്ല. അത് അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല, ഞാൻ മുഴുവൻ നോക്കിയതാ. മിക്കവാറും ഇത് അത് ചെയ്തതാവും. അബി, മര്യാദയ്ക്ക് പറഞ്ഞു, ഈ ബോക്സിൽ ഉണ്ടായിരുന്ന ചെയിൻ എവിടെ? എനിക്കറിയില്ലെന്ന് മാത്രം മൊഴിയണ്ട. പല്ലവി പറഞ്ഞത് കേട്ട് അഭിയുടെ മുഖം മാറി. എനിക്കെങ്ങനെ അറിയാനാ? ഈ അഭിനയൊക്കെ അങ്ങ് വീട്ടിൽ മതി. ചെയിൻ വേണമെന്ന് പറഞ്ഞപ്പോ 1 സെക്കൻഡിൽ നീ അത് എനിക്ക് എടുത്തു തന്നു. നിന്നെയും വിശ്വസിച്ച് അതൊന്ന് തുറന്നു നോക്കുപോലും ചെയ്യാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ നോക്കുമ്പോ ചെയിനും ഇല്ല, ഒന്നുമില്ല. നീയാ എടുത്തെന്ന് എനിക്കറിയാം. അത് തിരിച്ചതാ. പല്ലവി, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല പല്ലവി. അത് സഫേർ ജെയിംസ് പതിച്ച കോസ്റ്റ്ലി ചെയിനാ. US പോകുമ്പോ കൂടെ കൊണ്ടുവരുള്ളതായിരുന്നു. അത് മാത്രമല്ല, അതൊരു ലക്കി ചെയിനാ. മര്യാദയ്ക്ക് തിരിച്ചതാ. പല്ലവി പ്ലീസ്, എല്ലാവരും നോക്കുന്നുണ്ട്. ഷർട്ടിന്റെ കോളറിൽ നിന്ന് കൈയെടുക്ക്. ശബ്ദം താഴ്ത്തിക്കൊണ്ട് അവളുടെ അടുത്ത് അവൻ കെഞ്ചി. കൈയെടുക്കാൻ പറ്റില്ല. നിന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ എന്റെ മാനം പോയിക്കൊണ്ടിരിക്കുക. നിന്നെ പോലൊരുത്തനെ കല്യാണം കഴിച്ചത് എനിക്കെന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണെന്ന് ഓൾറെഡി ഇവിടെ ഒരു ഗോസിപ്പ് പരന്നു കഴിഞ്ഞു. മതി. എന്റെ അച്ഛൻ പറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിന്നെ കല്യാണം കഴിച്ചതും മതി. ഇപ്പൊ ഞാൻ ഈ അനുഭവിക്കുന്നതും മതി. പല്ലവി അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്ന പല്ലവിയുടെ ഫ്രണ്ട്. പല്ലവി, എന്താ പ്രശ്നം? ഇവൻ എന്തിനാ നിന്നോട് സംസാരിക്കുന്നത്? വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ആരാടാ ഇവൻ? അങ്ങനെ പറയാനുള്ള ക്വാളിറ്റി ഒന്നും ഇവനില്ല. എനിക്ക് പോവാൻ 1 മണിക്കൂർ കൂടിയേ സമയമുള്ളൂ. അതിനുള്ളില് എനിക്ക് ചെയിൻ കിട്ടിയിരിക്കണം. പറഞ്ഞില്ലെന്ന് വേണ്ട. പല്ലവി, ഡോണ്ട് വറി ഡിയർ.
നീ അമേരിക്കയിലേക്ക് പോയി വരുമ്പോൾ നിനക്ക് ഇതുപോലെ ഒരെണ്ണം ഞാൻ പ്രിന്റ് ചെയ്യും. നിനക്ക് നന്നായി ചേരുന്ന ഒരെണ്ണം. ദേവ പല്ലവിയുടെ തോളിൽ കൈവച്ച് സമാധാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് കേട്ട് അവളുടെ മുഖത്ത് പുഞ്ചിരി വരുന്നത് കണ്ട് അബി മനസ്സുടഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു. അതെന്താടാ നിന്റെ കയ്യില്? ചുമ്മാ ഒന്ന് നോക്കട്ടെ. നമുക്ക് താടാ. ഇതെന്തിനാ? പിറന്നാൾ ആശംസകൾ സ്വീകരിക്കാൻ വന്നവൻ കള്ളൻ എന്ന പട്ടത്തോടെ തിരിഞ്ഞു നടന്നു. പാർക്കിങ്ങിൽ ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലെ നിന്നിരുന്ന അവന് കനകത്തിന്റെ ഫോൺ വരും. ഹലോ മോനെ, ആ ചെയിൻ ഇവിടെ എവിടെയില്ല. ഇനിയിപ്പോ നീ എന്ത് ചെയ്യും മോനെ? എന്ന് ചോദിച്ച കനകത്തോട് എനിക്കറിയില്ല ചേച്ചി. ഒരു പാപമായി അബി പറഞ്ഞു. എന്റെ താലി ചെയിൻ തന്നു കഴിഞ്ഞാൽ അത് വെച്ച് മറ്റേ ചെയിൻ പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? കമലം സഹായിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൻ തളർന്നിരുന്ന് കരഞ്ഞുപോയി. മോനെ, മോനെ, മോനെ. ചേച്ചി അങ്ങനെ ചോദിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് മതി ചേച്ചി. ഇത് ഞാൻ നോക്കിക്കോളാം. ശരി മോനെ. പല്ലവി ദേഷ്യത്തിൽ അവളുടെ ചെയറിൽ ഇരിക്കുന്നു. അവളുടെ ചുറ്റും അവളുടെ ഫ്രണ്ട്സും നിൽക്കുന്നുണ്ടായിരുന്നു. പല്ലവിയുടെ ഫ്രണ്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ വാശി പിടിക്കല്ലേ പല്ലവി. ചെക്ക് ഇൻ ചെയ്യാൻ ഇനി അരമണിക്കൂർ പോലും ഇല്ല. അവൻ ഈ സമയം കൊണ്ട് അതൊക്കെ വിറ്റിട്ടുണ്ടാവുന്നേ. അതെ പല്ലവി, അവൻ പറയുന്നത് കേക്ക്. അമേരിക്കൻ യാത്ര അത്രയ്ക്ക് ഇമ്പോർട്ടന്റാ. തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം. സമയായില്ലേ, പോവാൻ നോക്ക് പല്ലവി. എല്ലാവരും പറഞ്ഞപ്പോൾ പകുതി മനസ്സോടെ സ്യൂട്ട് കേസ് എടുത്ത് യാത്രയാകുന്നു പല്ലവി. ഒരു മിനിറ്റ്, വണ്ടി ഒന്ന് നിർത്ത്. എന്തുപറ്റി? അവന്റെ വണ്ടി കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു. ഇടിച്ച് നുറുക്കടാ. പല്ലവി കോപത്തോടുകൂടി പറഞ്ഞപ്പോൾ പല്ലവിയുടെ സുഹൃത്ത് വേഗത്തിൽ വണ്ടി ഓടിച്ച് അവന്റെ ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുന്നു. പെട്ടെന്ന് എതിരെ ഒരു ഓട്ടോറിക്ഷ വന്നു നിൽക്കുന്നു. പെട്ടെന്ന് കാർ നിർത്തുന്നു. എന്താടാ നായെ കാണിക്കുന്നേ? എന്ത് ധൈര്യത്തിലാ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയത്? നിനക്ക് ഓഫീസിൽ തന്നെ നല്ല സ്വീകരണം തരേണ്ടതായിരുന്നു. നീ എന്തൊലത്തോന്നാ? എന്റെ ഭാര്യയ്ക്ക് ചെയിൻ മേടിച്ചു കൊടുക്കാൻ നീ ഏതാളാ? നിനക്ക് ശരിക്കും ഒരു സ്വീകരണം ഞാൻ തരുന്നുണ്ട്. ഇത് കണ്ടോ പല്ലവി? നീ ചെയിൻ കട്ടോണ്ട് പോയിട്ട് അവന്റെ മിക്കിട്ട് കയറുന്നോ? നിനക്കൊക്കെ എന്ത് യോഗ്യതയുള്ളത്? കണ്ടോ പല്ലവി? ഇവൻ തന്നെയാ ചെയിൻ മോഷ്ടിച്ചത്. ആശ്ചര്യത്തോടു കൂടി നിന്ന പല്ലവിയുടെ കയ്യിൽ അവൻ അത് വെച്ചു കൊടുക്കുന്നു. നീ ഒരു ടെൻഷനും ഇല്ലാതെ അമേരിക്കയിൽ പോയി മീറ്റിംഗ് ഒക്കെ തീർത്തിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഇവന്റെ ഒക്കെ അടുത്ത് വർത്തമാനം പറഞ്ഞു നിന്ന് ടൈം വേസ്റ്റ് ചെയ്യല്ലേ പല്ലവി. ഫ്ലൈറ്റിന് സമയമായി, പോവാം. എടാ, വേണ്ടത് കിട്ടി ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കണം. ഞാൻ എൻ്റെ ഭാര്യയുമായി സംസാരിക്കാം. ഇനി നീ വാ തുറന്ന. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട പല്ലവി. നീ ഇന്ന് യു എസിലേക്ക് എന്തായാലും പോയിരിക്കും. സമാധാനമായിട്ട് പോയിട്ട് വാ. ഡോണ്ട് വറി. ബൈ. അബിയെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇന്നവൻ വേറെ ആരോ ആയ പോലെ തോന്നി എനിക്ക്. ട്രാഫിക്കിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വിമാനത്താവളത്തിലെത്തിയെങ്കിലും അകത്തേക്ക് കയറിയ അവൾക്ക് ആ വിമാനം യാത്ര തുടങ്ങി എന്ന് ഞെട്ടിക്കുന്ന സത്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെല്ലാം കാരണം ആ അബിയ. പല്ലവി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങള് പല്ലവിയല്ലേ? യെസ്. നിങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സായി. മാഡം വിഷമിക്കണ്ട. പിള്ളൈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവരുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. വാട്ട്? മേ സീ യുവർ പാസ്പോർട്ട്? ഷുവർ. പാസ്പോർട്ട് എടുത്തപ്പോൾ അബി മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ മാല അതിന്റെ കൂടെ കണ്ട് പല്ലവി ഞെട്ടുന്നു. അബി എടുത്തു എന്ന് പറയുന്ന ചെയിനും ഇപ്പോൾ കിട്ടിയ ചെയിനും ഒരുമിച്ച് കണ്ടപ്പോൾ എങ്ങനെ രണ്ട് ചെയിൻ വന്നു? പല്ലവിയുടെ കയ്യിലുള്ള 2 ചെയിനുകളെയും കണ്ട് ആ എയർപോർട്ട് സ്റ്റാഫ്, ഓ, അപ്പൊ നിങ്ങളാണല്ലേ ആ ലക്കി ലേഡി? ഇതൊരു ലിമിറ്റഡ് എഡിഷൻ സഫയർ മാലയാ. കുറച്ചു നേരം മുൻപാ ഇത് സൂറത്തിൽ നിന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നത്. നിങ്ങൾക്ക് വേണ്ടി അത് വന്നതെന്ന് ഇപ്പോഴാ മനസ്സിലായി. ഇത് ആര് വാങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനാ മാഡം. സോറി. ബോർഡിംഗ് ടൈം ആയി. ഷാൽ വി മൂവ് മിസ്സസ് അഭിമന്യു പിള്ളെ? അഭിമന്യു പിള്ളെ? ഹാപ്പി ബർത്ത്ഡേ സർ, വെൽക്കം ടു ദി ഫാമിലി. ഇത് അങ്ങേക്കുള്ള ഗിഫ്റ്റാണ് സർ, പ്ലീസ്. അത്ര വലിയ സന്തോഷമൊന്നുമില്ലാതെ അബി ആ കാറിൽ കയറിയിരുന്നു. എന്നിട്ട് തൻ്റെ പേഴ്സ് എടുത്ത്
അതിലുള്ള അമ്മയുടെയും പല്ലവിയുടെയും ഫോട്ടോ അവൻ നോക്കുന്നു. പല്ലവി ഫ്ലൈറ്റ് കയറിയോ? ഇല്ല. എന്താ? പെട്ടെന്നൊന്ന് എൻട്രൻസ് ഗേറ്റ് വരെ വാ. എന്തിന്? അർജന്റാ, പെട്ടെന്ന് വാ. ശരി, വരാം. എയർപോർട്ട് എൻട്രൻസ് നോക്കി ഓടുന്ന പല്ലവി. അവിടെ അവൾ കണ്ടത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്ന്. ചെരുപ്പ് തയ്ക്കാൻ പറഞ്ഞ അമ്മായിയമ്മ മരുമകന്റെ കാലിന്റെ മുന്നിൽ വീണപേക്ഷിക്കുന്ന കാഴ്ച എല്ലാവരും കാണുന്നു. അതുമാത്രമല്ല, താലി വാങ്ങാൻ പോലും കാശില്ല എന്ന് പറഞ്ഞ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എങ്ങനെ സംഘടിപ്പിച്ചു? ബെൻസ് കാറിന് സ്വന്തക്കാരനായ ഒരുത്തൻ ഒരു പിച്ചക്കാരനായി അഭിനയിച്ചത് എന്തിന്? യുഎസിലേക്ക് യാത്രയാവേണ്ട ഒരു ഫ്ലൈറ്റ് പോലും ആ പിച്ചക്കാരന് വേണ്ടി കാത്തു നിൽക്കുന്നത് എന്തിന്? ആരാണ് ഈ അഭിമന്യു പിള്ളൈ? അഭിമന്യു മഹാഭാരത കഥയിലെ വീരനായകൻ. എന്നാൽ നമ്മുടെ അഭിമന്യു നിസ്സഹായനായ ഒരു സാധാരണക്കാരനാണ്. എന്നാൽ അവനാണ് നമ്മുടെ ഹീറോ. പക്ഷേ അവനൊരു കോടീശ്വര ബിസിനസ് കുടുംബത്തിന്റെ മരുമകനാണ്. തന്റെ അവസ്ഥ കണ്ട് വീട്ടിലെ ജോലിക്കാർ പോലും അവനോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് പണം എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട് പറയൂ, ഞങ്ങൾ തരാം. വെറുതെ ഇങ്ങനെ ദരിദ്രരെ പോലെ നടക്കല്ലേ. ഒരു സമ്പന്ന കുടുംബത്തിലെ മരുമകനായതുകൊണ്ട് അഭിമന്യു വില കൂടിയ കാറുകൾ ഓടിച്ചിട്ടുണ്ട്, വിലയേറിയ വലിയ ക്ലബ്ബുകളിൽ പോയിട്ടുണ്ട്, വലിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം മറ്റുള്ളവരുടെ ഔദാര്യമായിരുന്നു. ആ വീട്ടിലുള്ളവരുടെ ഡ്രൈവറായും ജോലിക്കാരനായും എല്ലാമാണ് അവൻ പലയിടത്തും പോയത്. അപമാനം എന്നത് അവന്റെ ജീവിതത്തിൽ സാധാരണമായിരുന്നു. പലയിടത്തു നിന്നും അവൻ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ വലിയ ഹോട്ടലുകളിൽ ഓരോരുത്തരവരുടെ ഭാര്യമാരെ കൊണ്ടുവരുമ്പോൾ അഭി ആലോചിക്കും, ഒരു ദിവസം എന്റെ സമയവും വരും. അന്ന് ഞാൻ എന്റെ സ്വന്തം കാറിൽ എന്റെ പല്ലവിയെയും കൊണ്ട് ഇതുപോലുള്ള ഹോട്ടലിൽ വരും. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അതും ആലോചിച്ച് അവൻ ഉറക്കത്തിൽ ചിരിക്കാൻ തുടങ്ങി. സുന്ദരമായ സ്വപ്നത്തിന്റെ ലഹരിയിലിരിക്കുമ്പോൾ അവന്റെ ഫോൺ ശബ്ദിച്ചു. അഭി ഞെട്ടി എഴുന്നേറ്റു. അവൻ കണ്ണു തിരുമ്മി മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി. ആ നമ്പർ കണ്ടപ്പോൾ തന്നെ അവൻ കണ്ട സ്വപ്നത്തിന്റെ മൂടെല്ലാം പോയി. അത് അവന്റെ ഭാര്യ പല്ലവിയുടെ കസിൻ രമ്യയായിരുന്നു. അബി എപ്പോഴും അപമാനിക്കാൻ മാത്രം നോക്കുന്നവളായിരുന്നു രമ്യ. അബി ഒന്ന് സംശയിച്ചു നിന്നതിന് ശേഷം ഫോൺ എടുത്തു. അപ്പോൾ അപ്പുറത്തു നിന്നും കളിയാക്കുന്ന തരത്തിലൊരു ശബ്ദം കേട്ടു. എന്താണ് അളിയ, ഫുൾ ടൈം ഉറക്കം തന്നെയാണോ? അബി മെല്ലെ പറഞ്ഞു. അത് ഒന്നുമില്ല, ഞാൻ. അപ്പോൾ രമ്യ ഇടയ്ക്ക് കയറി പറഞ്ഞു, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എന്റെ ഒരു നെക്ലസ് അവിടെ SS ജ്വല്ലറിയിലുണ്ട്. അവിടുന്ന് എന്നെ വിളിച്ചിരുന്നു. ഇപ്പൊ തന്നെ അവിടെ പോയി അത് കളക്ട് ചെയ്യണം. എന്നിട്ട് അതും കൊണ്ട് ഇങ്ങോട്ട് വരണം. വേഗം വരണം. അത് കേട്ട് അഭിമന്യു മടിച്ചുകൊണ്ട് പറഞ്ഞു, രമ്യ, എനിക്കിപ്പോ ബാങ്കിൽ പോണം. രമ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നളിയ, എന്തിനാണ് വെറുതെ തിരക്കുണ്ടെന്ന് എന്റെ മുന്നിൽ കാണിക്കുന്നത്? വെറുതെ ഒഴിവ് കഴിവുകൾ പറയാതെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യേ. 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ മാല ഇവിടെ കിട്ടണം. അതുകൊണ്ട് മുങ്ങിക്കളയരുതിട്ടോ, നല്ല വിലയുള്ളതാ. അപ്പോൾ അബി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, നോക്കു രമ്യ, ഞാൻ ഇന്നവരെ ജീവിതത്തിൽ ഒരു സാധനവും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ എന്റെ കാര്യത്തിൽ ഇത്ര സംശയം ഉണ്ടെങ്കിൽ മാല വാങ്ങിക്കൊണ്ടുവരാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാ പോരെ? അപ്പൊ രമ്യ വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു, ഈ കുടുംബത്തിൽ നിനക്ക് ആരോടും തർക്കിക്കാൻ പോലും അനുവാദമില്ലെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? തൽക്കാലം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, അത് കൃത്യമായി ഇവിടെ തന്നെ എത്തിക്കണം. ഓക്കെ, ബൈ. അതും പറഞ്ഞ് രമ്യ ഫോൺ കട്ട് ചെയ്തു. അബി വെറുപ്പോടെ ഫോണിലേക്ക് നോക്കി. ശേഷം അവൻ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി. എന്നിട്ട് വേഗം റെഡിയായി പുറത്തേക്കിറങ്ങി. അവൻ മുൻപിലേക്ക് നോക്കിയപ്പോൾ അവന്റെ അമ്മായിമ്മ മാലിനി അവിടെ തന്റെ ചില സുഹൃത്തുക്കളുടെ കൂടെ ഒരു പാർട്ടി നടത്തുന്നത് കണ്ടു. അപ്പോൾ മാലിനിയുടെ കൂട്ടുകാരിലൊരാൾ അവരുടെ ചെരുപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നോക്കു മാലിനി, ഇന്നിതാ നിന്റെ അടുത്തേക്ക് വരുമ്പോ എന്റെ ഈ ചെരുപ്പിന്റെ സ്ട്രാപ്പ് പൊട്ടി. ഇനി ഞാൻ എങ്ങനെ ഇതിട്ട് വീട്ടിലേക്ക് മടങ്ങും? അപ്പൊ മാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനൊക്കെ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? നീ ആദ്യം പാർട്ടി എൻജോയ് ചെയ്യേ. ഞാനൊരു വേലക്കാരനെ വിളിച്ച് ഇത് ശരിയാക്കിക്കാം. അയ്യോ, അതൊന്നും പറ്റില്ല. എന്റെ ചെരുപ്പ് വളരെ വിലയേറിയതാണ്. വേലക്കാരന്മാരെ ഒന്നും ഇതിന് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് വീട്ടിൽ പോവാൻ ഇനി എന്ത് ചെയ്യും? അവരുടെ സംസാരം കേട്ട് മാലിനി ചിരിയോടെ പറഞ്ഞു, ഏയ്, ഞാൻ ഉദ്ദേശിച്ചത് വേലക്കാരനെയല്ല. വേലക്കാരനേക്കാൾ കുറച്ചുകൂടി മുകളിലാണ്. അവൻ ഈ ജോലിയൊക്കെ നന്നായി ചെയ്യും. ഞാൻ അവനെ വിളിക്കാം. മാലിനിയുടെ കണ്ണുകൾ അപ്പോൾ പുറത്തേക്ക് റെഡിയായി ഇറങ്ങി വരുന്ന അഭിമന്യുവിലായിരുന്നു. അവരബിയെ വിളിച്ചു. അബി, ഇങ്ങ് വാ, ഇവരുടെ ചെരുപ്പിന്റെ സ്ട്രാപ്പ് പൊട്ടി, നീ ഇതൊന്ന് ശരിയാക്കി കൊടുത്തേ. അപ്പൊ മാലിനിയുടെ കൂട്ടുകാരി പറഞ്ഞു, മാലിനി, മരുമകനാണോ ഈ പണിയെല്ലാം ചെയ്യുന്നത്? മാലിനി അബിയുടെ മുന്നിൽ വെച്ച് തന്നെ അവരോട് പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇവൻ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല പരിചയമാണ്. ഇനി ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. മാലിനിയുടെ പരിഹാസത്തോടെയുള്ള വാക്കുകൾ അബിയുടെ ഹൃദയത്തിൽ തട്ടി. എന്നാൽ അവന് ഇതെല്ലാം കേട്ട് നല്ല ശീലമായിരുന്നു.
സത്യത്തിൽ ഇന്ന് അബിയുടെ പിറന്നാളായിരുന്നു. പക്ഷേ അവനല്ലാതെ ആർക്കും അത് ഓർമ്മയില്ലായിരുന്നു. അവനതിൽ യാതൊരു പരിഭവമില്ല. അബി മാലിനിയോട് പറഞ്ഞു, രമ്യ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു, ഞാൻ അതിനുവേണ്ടി പോവുകയാണ്. അവനത് പറഞ്ഞ ഉടൻ മാലിനി ദേഷ്യത്തോടെ പറഞ്ഞു, വെറുതെ തർക്കിച്ചു നിൽക്കാതെ വേഗം പറഞ്ഞ പണി ചെയ്താൽ മതി. അപ്പൊ മാലിനിയുടെ കൂട്ടുകാരി അവരുടെ പൊട്ടിയ ചെരുപ്പിന്റെ സ്ട്രാപ്പ് അബിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നന്നാക്കിയാ മതി. അതും പറഞ്ഞ് അവർ തന്റെ ചെരുപ്പൂരി അബിയുടെ കൈകളിൽ വെച്ചു കൊടുത്തു. അബി തലകുനിച്ച് ആ ചെരുപ്പിലേക്ക് നോക്കി. ആഗ്രഹമില്ലെങ്കിൽ പോലും ഇതെല്ലാം താൻ ചെയ്യേണ്ടി വരുന്നു എന്ന് അബി ചിന്തിച്ചു. മാലിയുടെ കൂട്ടുകാരെല്ലാം അവനെ പരിഹാസത്തോടെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അവൻ അതെല്ലാം സഹിച്ച് അവിടെ തന്നെ നിൽക്കുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമാണ്, അവന്റെ ഭാര്യ പല്ലവിക്ക് വേണ്ടി. അബി മനസ്സിൽ പറഞ്ഞു, പല്ലവി, ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടും. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ മറ്റെല്ലാം മറക്കും. അതും പറഞ്ഞ് അബി പുറത്തേക്കിറങ്ങി തന്റെ ബൈക്കിൽ കയറി. പോകുന്ന വഴിയിൽ അവന്റെ ഫോണിലേക്ക് പല്ലവിയുടെ ഒരു മെസ്സേജ് വന്നു. അവൻ ബൈക്ക് നിർത്തി ഫോൺ എടുത്തു നോക്കി. എന്നിട്ട് ആ മെസ്സേജ് വായിച്ചു. ഇന്ന് നേരെ ഓഫീസിലേക്ക് വരാമോ? അത് വായിച്ചയുടൻ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ ദിവസത്തെ മുഴുവൻ നെഗറ്റീവ് എനർജിയും ഇല്ലാതായതുപോലെ. ഇന്ന് ആദ്യമായാണ് പല്ലവി അവനോട് ഓഫീസിലേക്ക് വരാൻ പറയുന്നത്. അവന് തന്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്നത് പല്ലവി മാത്രമായിരുന്നു. അവളുടെ ചിരിയാണ് അവന്റെ ജീവൻ നിലനിർത്തുന്നത്. അവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലും അവൻ തയ്യാറായിരുന്നു. മെസ്സേജ് വായിച്ചതും അബി പുഞ്ചിരിയോടെ സ്വയം പറഞ്ഞു, പല്ലവി, ഇന്നാണ് നീ ആദ്യമായി എന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. ഇന്നെന്റെ പിറന്നാളാണെന്ന് മറ്റാരും ഓർത്തില്ലെങ്കിലും നീ ഓർക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അബി നേരെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ അവനൊരു പൂക്കട കണ്ടു. അവൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം ബൈക്ക് നിർത്തി. ശേഷം പേഴ്സ് എടുത്തു നോക്കി. അതിലൊരു 500 രൂപ നോട്ട് മാത്രം. അത് നോക്കിക്കൊണ്ട് അവൻ ആലോചിച്ചു, ഇന്നലെ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പണം എടുത്തല്ലോ. ഇനി പേഴ്സിൽ ഇതും കൂടിയേ ഉള്ളൂ. സാരമില്ല, പല്ലവിക്ക് വേണ്ടിയല്ലേ, അതിനേക്കാൾ വലിയ ആവശ്യം വേറെയില്ല. അബി ആ പണം കൊണ്ട് പല്ലവിക്ക് ഒരു മനോഹരമായ ബൊക്കെ വാങ്ങി. അപ്പോഴാണ് അവൻ രമ്യയും മാലിന്യവും പറഞ്ഞ ജോലികൾ ഓർമ്മ വന്നത്. അവൻ ബൈക്കിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെരുപ്പിലേക്ക് നോക്കി പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മായിയമ്മമാരും കസിൻസും എല്ലാം എന്നോട് ക്ഷമിക്കണം. തൽക്കാലം എനിക്ക് പല്ലവിയാണ് വലുത്. അവൾ വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാനാവില്ല. മറ്റൊന്നും ഞാനിപ്പോൾ ചിന്തിക്കില്ല. അതും പറഞ്ഞ് അബി ആ ചെരുപ്പെടുത്ത് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞു. ഇന്നവൻ ആദ്യമായാണ് തന്റെ അമ്മായിച്ചൻ രവിചന്ദ്രന്റെ ഓഫീസിലേക്ക് പോകുന്നത്. ഇന്ന് തനിക്ക് അവിടെ സ്വീകരണം ഒരുക്കിയിട്ടുണ്ടാവും എന്നാലോചിച്ച് അവൻ സന്തോഷിച്ചു. ഓഫീസിൽ എത്തിയ ഉടനെ അവൻ ബൈക്ക് നിർത്തി വേഗം അകത്തേക്ക് പോയി. പെട്ടെന്ന് അവൻ മുന്നിൽ നിന്ന് ഒരാളുമായി കൂട്ടിയിടിച്ചു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ബൊക്കെ താഴെ വീണു. ബ്ലൂ കളർ സ്യൂട്ടും ബ്ലാക്ക് കണ്ണടയും ധരിച്ച ആ വ്യക്തി വളരെ ധനികനാണ് എന്ന് വ്യക്തമാണ്. ദേവ് ശർമ്മ എന്നായിരുന്നു അയാളുടെ പേര്. പല്ലവിയുടെ ക്ലയന്റായ അയാൾ അവളുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അയാൾ അബിയോട് ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, നിനക്കെന്താ കണ്ണ് കാണില്ലേ? ഇങ്ങനെയാണോ വരുന്നത്? സ്വന്തം അമ്മായിയുടെ വീടാണെന്ന മട്ടിലാ കയറി വരുന്നത്. നീ ആരാണ്? അബിയുടെ വില കുറഞ്ഞ വസ്ത്രങ്ങൾ കാരണം അവൻ അവിടുത്തെ ഒരു ജോലിക്കാരനോ ഓഫീസ് ബോയോ ആണെന്നാണ് അയാൾ വിചാരിച്ചത്. ദേവ് ശർമ്മ താഴെ കിടന്നിരുന്ന ബൊക്കയിലേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് അത് തന്റെ കാൽ കീഴിൽ ചവിട്ടിയരച്ച് പുറത്തേക്ക് പോയി. അബി സങ്കടത്തോടെ തലകുനിച്ച് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അതേസമയം പല്ലവി തന്റെ ക്യാബിനിലെ ഗ്ലാസിനുള്ളിലൂടെ ഈ രംഗം കാണുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അബി പെട്ടെന്ന് പല്ലവിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അപമാനമെല്ലാം ഒരു നിമിഷം മറന്നു. അവൻ സ്വയം പറഞ്ഞു, നിനക്കെന്നെ എത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാനിതാ നിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അബി പല്ലവിയുടെ ക്യാബിനിലേക്ക് കയറി. അവൾ പെട്ടെന്ന് പുറത്തേക്കുള്ള കർട്ടൻ വലിച്ചു താഴ്ത്തി. പക്ഷെ അവളുടെ കണ്ണുനീർ അബി കണ്ടിരുന്നു. അവൻ പല്ലവിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, എന്താ നിനക്ക് പറ്റിയേ? ഇതൊക്കെ പോട്ടെ, എന്നെക്കുറിച്ചോർത്ത് നീ ഇത്ര ടെൻഷൻ അടിക്കണ്ട. എനിക്കിതൊക്കെ ശീലമായിപ്പോയി. അപ്പോൾ പല്ലവി ഉറക്കെ അവനോട് പറഞ്ഞു, ഇത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നീ എന്റെ ജീവിതത്തിൽ നിന്ന് പോവാത്തത്? ദയവ് ചെയ്ത് ഇവിടുന്ന് പൊക്കോളൂ. പല്ലവിയുടെ വാക്കുകൾ കേട്ട അബിയിൽ ഒരു ഞെട്ടലുണ്ടായി. അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ പല്ലവി തുടർന്നു, നീ എന്റെ ഭർത്താവല്ല, എന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് നീ. സത്യത്തിൽ നിനക്ക് എന്താണ് വേണ്ടത്? എന്റെ പപ്പ എന്നെ നിർബന്ധിച്ച് നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. നീ ഒരിക്കലും എന്റെ ഭർത്താവാൻ യോഗ്യനല്ലായിരുന്നു. ഇന്നും ഞാൻ നിന്നെ എന്റെ ഭർത്താവായി കാണുന്നില്ല. കണ്ണീരോടെ പല്ലവി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, എവിടെ പോയാലും എനിക്ക് അപമാനമല്ലാതെ മറ്റൊന്നും നിനക്ക് തരാൻ സാധിക്കുന്നില്ല. നീ എന്റെ ജീവിതത്തിലെ ഒരു കളങ്കമാണ്. ഇനിയെങ്കിലും എന്നിൽ നിന്ന് അകന്നു പോ. അതും പറഞ്ഞ് പല്ലവി ക്യാബിനിൽ നിന്നും ഇറങ്ങി. എനിക്ക് നിന്നെ മനസ്സിലാവും. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ തീർച്ചയായും നീ എന്നെ മനസ്സിലാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അന്ന് ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവരും. നീ എന്റേത് മാത്രമാണ്. എന്നെങ്കിലും ഒരിക്കൽ നീ അത് തിരിച്ചറിയും. അതും പറഞ്ഞ്
അബി ബൈക്കിലേക്ക് കയറിയിരുന്നു. അപ്പോൾ വലിയ വില കൂടിയ ഒരു ബ്ലാക്ക് ആഡംബര കാർ അവന്റെ മുന്നിൽ വന്ന് നിന്നു. അതിൽ നിന്ന് മധ്യവയസ്കനായ ഒരാൾ പുറത്തേക്കിറങ്ങി. അയാൾ അബിയുടെ അടുത്തേക്ക് ചെന്നു. അവനാകെ ഞെട്ടി നിന്നു. ആ മനുഷ്യൻ അബിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പറഞ്ഞു, ഹലോ യങ് മാൻ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ കമ്പനി, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പിള്ളൈ ഗ്രൂപ്പ്, ആ ബിസിനസ് സാമ്രാജ്യം നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വരൂ, ബിസിനസിന്റെ എല്ലാ ചുമതലയും നിങ്ങൾ ഏറ്റെടുക്കാൻ സമയമായി. പല്ലവിയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങിയ അബി മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, വക്കീലെന്താ എവിടെ? സ്വർണ്ണ കണ്ണട വെച്ച വളരെ ധനികനായ ഒരു മനുഷ്യൻ അഭിമന്യുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹലോ യങ് ബോയ്, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എനിക്ക് പോലും ഇപ്പോൾ നിന്നോട് അധികം തർക്കിക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ നിന്റെ അച്ഛന്റെ വെറും സേവകൻ മാത്രമാണ്. നിങ്ങളുടെ കുടുംബവക്കീലായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിന്നെ അറിയിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഞാൻ പറയുന്നത് നീ കേൾക്കണം. അബി ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു, നേരെ കാര്യത്തിലേക്ക് കടക്കാം. എനിക്കിങ്ങനെ വളഞ്ഞു പിടിച്ച് പറയുന്നത് ഇഷ്ടമല്ല. അത് കേട്ടു നിൽക്കാനുള്ള സമയമില്ല. വാസുദേവൻ വക്കീൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയിക്കോട്ടെ, കാര്യത്തിലേക്ക് കടക്കാം. നിന്റെ അച്ഛൻ നീ വന്ന് അവരുടെ ബിസിനസ് ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നിന്നോട് നേരിട്ട് പറയാനാണ് ഞാനിവിടെ വന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം ഇനി മുതൽ നീയാണ് ഏറ്റെടുക്കേണ്ടത്. എന്നാൽ ആ വാക്കുകളിലൊന്നിലും അബി വീണില്ല. അവൻ വീണ്ടും ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു, അയാളുടെ വാക്കുകൾ കേട്ടാൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് നിങ്ങൾ കരുതിയോ? ഞാൻ അയാളുടെ അവിഹിത ബന്ധത്തിലെ മകൻ മാത്രമാണ്. പിന്നെന്തിനാണ് ഞാനിതെല്ലാം ഏറ്റെടുക്കേണ്ട ആവശ്യം? അന്ന് എന്റെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ അയാളോട് സഹായം ചോദിക്കാൻ ചെന്നു. പക്ഷെ അന്ന് ഈ പറയുന്ന അച്ഛൻ ഒരു മീറ്റിംഗിന്റെ തിരക്കിലാണ് എന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കി. അത് കാരണം എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ആ ആളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. വക്കീലിന് ഇവിടുന്ന് പോവാം. ഇത് കേട്ട വക്കീൽ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, അബി, നിന്റെ അച്ഛൻ ഒരു ശാഠ്യക്കാരനാണെന്ന് നിനക്കും അറിയാം. അവര് വിചാരിച്ചാൽ ആരെയും ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് വെറുതെ അദ്ദേഹത്തെ പിണക്കാൻ നിൽക്കണ്ട. നിനക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നീ മറക്കണം. ഇപ്പം നിനക്ക് അർഹമായതെല്ലാം തരാൻ തയ്യാറായാണ് നിന്റെ അച്ഛൻ നിൽക്കുന്നത്. നീ അത് സ്വീകരിക്കണം. എന്നാൽ അബി തന്റെ അന്തിമ തീരുമാനം പറയുന്നത് പോലെ പറഞ്ഞു, എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തിരികെ പോയിക്കോളൂ. അയാളുടെ സമ്പത്തിൽ എനിക്ക് താല്പര്യമില്ലെന്ന് പോയി പറഞ്ഞേക്ക്. ഇനി അവരെന്തൊക്കെ തന്നാലും എന്റെ അമ്മ എനിക്ക് തിരികെ കിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഈ സ്വത്തും പണവും എനിക്ക് എന്തിനാണ്? പിന്നെ അബദ്ധത്തിൽ പോലും ഞാൻ പിള്ളൈ കുടുംബത്തിലെ ആളാണെന്നും പിള്ളൈ ഗ്രൂപ്പ് ഉടമയുടെ മകനാണെന്നും ആരും അറിയരുത്. ആ ഒരു ബന്ധവും എനിക്ക് വേണ്ട. അതും പറഞ്ഞ് അബി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോയി. വാസുദേവൻ അവൻ പോകുന്നതും നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് ഫോണെടുത്ത് അബിയുടെ അച്ഛനെ വിളിച്ചു. മറുവശത്ത് ഫോണെടുത്തതും വാസുദേവൻ പറഞ്ഞു, അബി, നിങ്ങൾ പറഞ്ഞ കാര്യം സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മറുവശത്ത് നിന്നും ഒരു ശബ്ദം കേട്ടു, എനിക്ക് അവനെ ഇവിടെ കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ കാര്യം നടന്നിരിക്കണം. അത് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു. വാസുദേവൻ എന്തോ ആലോചിച്ച ശേഷം അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ സ്വയം പറഞ്ഞു, അഭിമന്യു, നീ എന്റെ കൂടെ വന്നിരിക്കും. അബി അപ്പോഴേക്കും വീട്ടിലെത്തിയിരുന്നു. ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അബി ചുറ്റുപാട് നോക്കിയ ശേഷം പറഞ്ഞു, പല്ലവിയുടെ അമ്മ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭാഗ്യം. എന്നാലും ഇനി എപ്പം മടങ്ങി വരുമോ ആവോ. അപ്പോൾ പെട്ടെന്ന് അബിയുടെ ഫോൺ റിംഗ് ചെയ്തു. ഫോൺ എടുത്തു നോക്കിയപ്പോൾ അത് മാലിനിയുടെ കോളായിരുന്നു. അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ അപ്പുറത്തു നിന്നും ദേഷ്യത്തോടെ ശബ്ദം കേട്ടു, നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? നീ കാരണം ഞാൻ ഇന്നെന്റെ കൂട്ടുകാർക്കിടയിൽ അപമാനിക്കപ്പെട്ടു. നിന്റെ ഫോണിലേക്ക് ഞാൻ കുറെ വിളിച്ചു നോക്കിയല്ലോ, കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നതാണ്. അബി അപ്പോൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ പല്ലവി വിളിച്ചിട്ട് പോയതായിരുന്നു. അതാ പിന്നെ. അത് കേട്ട മാലിനി പറഞ്ഞു, എന്നാൽ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. എന്നാൽ പല്ലവി തന്റെ കൂടെ വന്നിട്ടില്ലെന്ന് അബി പറഞ്ഞു. വന്നിട്ടില്ലെന്നോ? അപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് അവളെവിടെ? മാലിനിയുടെ ചോദ്യം കേട്ട് അബി പറഞ്ഞു, അവളൊരു ക്ലയന്റിന്റെ കൂടെ പോയതാണ്. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കേട്ട് മാലിനി ദേഷ്യത്തോട് അലറി, ക്ലയന്റിനൊപ്പം പോയെന്നോ? സമയം രാത്രിയായല്ലോ. ഈ സമയമായിട്ടും അവൾ എവിടെ പോയതാ? നീ അവളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. അതാവും അവൾ നിന്റെ കൂടെ വരാതിരുന്നത്. നിനക്കൊരു നല്ല മരുമകനാവാൻ ഏതായാലും കഴിഞ്ഞില്ല. നല്ല ഭർത്താവെങ്കിലും ആയിക്കൂടെ? പോയി അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവാ. 1 മണിക്കൂറിനുള്ളിൽ അവൾ വീട്ടിലെത്തിയിരിക്കണം. അതും പറഞ്ഞ് മാലിനി ഫോൺ കട്ട് ചെയ്തു. അവിവേഗം പല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ എന്തോ പേടി തോന്നി. പിന്നെയും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും കോൾ കണക്ട് ആവുന്നില്ലായിരുന്നു. അവൻ ആകെ അസ്വസ്ഥതയോടെ പുറത്തേക്കിറങ്ങി. ദേവ് ശർമ്മയുടെ കൂടെയാണ് പല്ലവി പോയതെന്ന് അബിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അയാളെക്കുറിച്ച് അവന് കൂടുതലായി ഒന്നും അറിയില്ലായിരുന്നു. എങ്കിലും അയാൾ പല്ലവിയുടെ ക്ലയന്റ് ആണെന്നും അയാൾക്ക് ടൗണിൽ ഒരു നൈറ്റ് ക്ലബ് ഉണ്ടെന്നും പല്ലവി പറഞ്ഞത് അബിക്ക് ഓർമ്മ വന്നു. അവൻ നേരെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് വിട്ടു. അല്പസമയത്തിനകം അബി ദേവ് ശർമ്മയുടെ നൈറ്റ് ക്ലബിന് മുന്നിലെത്തി.
അവൻ ബൈക്ക് അവിടെ നിർത്തി അകത്തേക്ക് കയറി. അകത്ത് വലിയ ശബ്ദമേളമായിരുന്നു. ആളുകളെല്ലാം മദ്യപിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. അബി ചുറ്റും നോക്കി. ആ ബഹളത്തിനിടയിൽ പല്ലവി അവിടെ എവിടെയും കണ്ടില്ല. ഇനി ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവില്ലേ എന്ന് സംശയിച്ച് അബി പോവാനായി തിരിഞ്ഞതും തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടു. പല്ലവിയല്ലേ അത്? അബി സംശയത്തോടെ അങ്ങോട്ടോടി. ആ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നതും ദേവ് ശർമ്മ പല്ലവിയെ മദ്യം കുടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ പാതി ബോധത്തിൽ അത് തട്ടിമാറ്റാൻ നോക്കുന്നുണ്ട്. അബി ആകെ ഷോക്കായി. അവനെ കണ്ടതും ദേവ് ശർമ്മ ഉറക്കെ അലറി, നീയോ? നീ എങ്ങനെ ഇവിടെ? അബിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവൻ ദേവിന്റെ അടുത്തേക്ക് നീങ്ങി അയാളുടെ കവിളിൽ ശക്തിയായി അടിച്ചു. അയാളുടെ കൈയും കാലും പേടിയോടെ വിറയ്ക്കാൻ തുടങ്ങി. പല്ലവി അപ്പോഴേക്കും ബോധം പോയി നിലത്തേക്ക് വീണിരുന്നു. അബി അവളെ കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ദേവ് ശർമ്മ, ഞാൻ പല്ലവിയുടെ കഴുത്തിൽ താലി കെട്ടി അവളുടെ ഭർത്താവാണ്. നീ അവളുടെ ക്ലയന്റ് ആയതുകൊണ്ട് തെറ്റായി ഒന്നും ചെയ്യില്ലെന്ന വിശ്വാസത്തിലാണ് ഇവിടെ തന്റെ കൂടെ വന്നത്. എന്നിട്ട് നീ എന്തായി ചെയ്തത്? ഇപ്പോ ഇവിടെ വെച്ച് നിന്നെ കൊല്ലാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ പല്ലവി ഈ അവസ്ഥയിലായതുകൊണ്ടാണ്. നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് പല്ലവി തന്നെ തീരുമാനിക്കട്ടെ. തൽക്കാലം ഞാൻ ഇവളെയും കൊണ്ട് പോകുന്നു. അതും പറഞ്ഞ് അബി പല്ലവിയും കയ്യിലെടുത്തുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് പോയി. ദേവ് ശർമ്മ കവളിൽ കൈവച്ചുകൊണ്ട് അവർ പോകുന്നത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. വീട്ടിലെത്തിയ അബി അവളെയും കൊണ്ട് നേരെ മുറിയിലേക്ക് പോയി. എന്നിട്ട് അവളെ മെല്ലെ ബെഡിലേക്ക് കിടത്തി. പല്ലവി അപ്പോഴും കണ്ണടച്ച് തന്നെ കിടക്കുകയായിരുന്നു. ചുറ്റും നടക്കുന്ന ഒന്നും അവൾ അറിഞ്ഞതേയില്ല. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ട് അബിക്ക് വല്ലാത്ത പ്രണയം തോന്നി. അവൻ പല്ലവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി നിന്നെ അവസ്ഥയിൽ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റില്ലല്ലോ മോളെ. അതുകൊണ്ട് നീ ഒന്ന് എന്നോട് ക്ഷമിക്ക്. ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതും പറഞ്ഞ് അബി പല്ലവിയുടെ മുടിയിൽ തഴുകാൻ തുടങ്ങി. എന്നാൽ പല്ലവി ഇതൊന്നും അറിയാതെ മയങ്ങിക്കിടക്കുകയായിരുന്നു. പല്ലവി അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അബിക്ക് അവളുടെ മുഖത്ത് ചുംബിക്കാൻ തോന്നി. എന്നാൽ അവൾ ഉറങ്ങുകയാണെങ്കിൽ പോലും അവനതിനുള്ള ധൈര്യമില്ലായിരുന്നു. അബി ഒരു പുതപ്പെടുത്ത് അവളുടെ മേലിട്ട് കൊടുത്തു. എന്നിട്ടൊരു തലയണ കയ്യിലെടുത്ത് അടുത്തുള്ള സോഫയിൽ കിടന്നു. പല്ലവിയെ തന്നെ നോക്കിക്കൊണ്ട് അബി മെല്ലെ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ അബി നേരത്തെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നപ്പോഴാണ് പല്ലവി എഴുന്നേറ്റത്. പെട്ടെന്ന് അബി അവളുടെ മുറിയിൽ അങ്ങനെ കണ്ടപ്പോൾ പല്ലവി ഉറക്കെ നിലവിളിച്ചു, ഞാനെങ്ങനെ ഇവിടെ വന്നു? എന്റെ കൂടെ കിടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അയ്യേ! പല്ലവി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അബി അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. തന്നെ രക്ഷിച്ചതിന് ഇപ്പോൾ നന്ദി പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അബിക്ക് പല്ലവിയുടെ ദേഷ്യമാണ് കാണാൻ കഴിഞ്ഞത്. പല്ലവി തുടർന്നു, നമ്മൾ രണ്ടുപേരും ഒരു മുറിയിൽ കിടന്നുറങ്ങാറില്ലെന്ന് അറിയുന്നതല്ലേ, പിന്നെ എങ്ങനെ ഞാൻ ഇവിടെ വന്നു? അപ്പോൾ അബി പറഞ്ഞു, പല്ലവി, ഇന്നലെ രാത്രി ഉണ്ടായതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ആ ദേവ് ശർമ്മ നിനക്ക് മദ്യം തരുന്നതിനിടയിലാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. അയാളിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് വരികയായിരുന്നു. മദ്യം അകത്ത് ചെന്ന് നീ ബോധം പോയ നിലയിലായിരുന്നു അപ്പോൾ. അതുകൊണ്ടാണ് നിന്നെ ഒറ്റയ്ക്ക് കിടത്തണ്ട എന്ന് വിചാരിച്ച് ഞാനും ഇവിടെ തന്നെ കിടന്നത്. അതും നിന്റെ കൂടെയല്ല, ഇവിടെ സോഫയിൽ. അബിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് പല്ലവിക്ക് തലേന്ന് രാത്രിയിലെ സംഭവങ്ങൾ ഓർമ്മ വന്നത്. ദേവ് ശർമ്മ തനിക്ക് കുടിക്കാൻ തന്ന ജ്യൂസിൽ എന്തോ കലക്കിയതുപോലെ തോന്നിയിരുന്നു. പിന്നെ പാതി ബോധത്തിലായതുകൊണ്ട് തന്നെ ഒന്നും ഓർമ്മയില്ല. എങ്കിലും അബി അപ്പോൾ അവിടേക്ക് വന്നത് ചെറിയ ഓർമ്മ പോലെ അവൾക്ക് തെളിഞ്ഞു വന്നു. പല്ലവിക്ക് കുറ്റബോധം തോന്നി. അവൾക്ക് സ്വയം ദേഷ്യം തോന്നിയെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല. വിഷയം മാറ്റാൻ വേണ്ടി അവൾ വേഗം പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. എന്നുവെച്ച് അത് മുതലെടുത്ത് എന്റെ കൂടെ ഒരു മുറിയിൽ നീ കിടന്നില്ലേ? അവൾ സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുകയാണെന്ന് അബിക്ക് മനസ്സിലായി. അവൻ പക്ഷേ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. അബി പല്ലവിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ അവളുടെ ശരീരത്തിലേക്ക് നോക്കിയത്. പല്ലവി വേഗം അവളുടെ വസ്ത്രം നേരെയാക്കി ബെഡിൽ നിന്നും താഴേക്കിറങ്ങി. അബി വേഗം കണ്ണെടുത്തു. അവന് പക്ഷേ ഇതെല്ലാം കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. പല്ലവി സ്വയം പറഞ്ഞു, ആ ദേവ് ശർമ്മ ഇത്രയ്ക്ക് മോശം വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അയാൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, നോക്കട്ടെ. എന്നിട്ട് അവൾ നേരെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. നീ കാരണം ഇന്ന് രാവിലെ തീർക്കേണ്ട ചില പ്രധാനപ്പെട്ട ജോലികൾ മറന്നു. നിനക്ക് എന്നെ ഒന്ന് നേരത്തെ വിളിച്ചുകൂടായിരുന്നോ? കുറച്ചു മുൻപ് താൻ ഈ മുറിയിൽ കിടന്നതിന് വഴക്ക് പറഞ്ഞ പല്ലവി തന്നെയാണല്ലോ ഇതെന്നോർത്ത് അബി അന്തം വിട്ടു നിന്നു. ചില നേരം അവൾക്ക് കുട്ടികളുടെ സ്വഭാവമാണെന്നും അവൻ ആലോചിച്ചു. പല്ലവി നേരെ അവളുടെ ഇമെയിൽ ചെക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു ഇമെയിൽ കണ്ട് അവൾ ഞെട്ടി. അവൾ പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇതെങ്ങനെ? എന്റെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇയാൾ അത് റിജക്ട് ചെയ്തത്? പെട്ടെന്ന് പല്ലവിയുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. സ്ക്രീനിൽ നോക്കിയപ്പോൾ മുത്തശ്ശനായിരുന്നു. സീചന്ദ് കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് അദ്ദേഹമായിരുന്നു. പല്ലവി ഫോൺ അറ്റൻഡ് ചെയ്യാൻ മടിച്ചുകൊണ്ട് സ്ക്രീനിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങി. ബിസിനസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുത്തശ്ശൻ വളരെ കർക്കശക്കാരനാണെന്നും ഫോൺ എടുത്താൽ എന്തെങ്കിലും വഴക്ക് കേൾക്കേണ്ടി വരുമെന്നും പല്ലവിക്ക് അറിയാമായിരുന്നു. കുറച്ചു സമയത്തെ റിങ്ങിന് ശേഷം അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. കുറച്ചു സമയം അവൾ അപ്പുറത്തെ സംസാരം കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് പല്ലവിയുടെ കയ്യിൽ നിന്നും ഫോൺ വഴുതി താഴെ വീണു. അവളാകെ ഷോക്കായ പോലെ നിന്നു.
എന്തായിരിക്കും ഫോണിൽ പറഞ്ഞത്? മുത്തശ്ശൻ വിളിച്ചപ്പോൾ പല്ലവി പേടിയോടെയാണ് ഫോൺ എടുത്തത്. അപ്പോൾ മറുവശത്തു നിന്നും ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടു. പല്ലവി, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രൊജക്ട് ഞാൻ നിന്നിൽ നിന്നും തിരിച്ചെടുക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ നിന്ന് നീ വിട്ടുനിൽക്കുകയും വേണം. സീചന്ദ് കൺസ്ട്രക്ഷനുമായി നിനക്ക് ഇനി ഒരു ബന്ധവുമില്ല. ഇത് കേട്ടതും പല്ലവിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. മുത്തശ്ശന്റെ ഈ തീരുമാനം അവളെ ഞെട്ടിച്ചു. പല്ലവിയുടെ മുഖത്തെ ഭാവം കണ്ട് അബി ഓടി വന്ന് ചോദിച്ചു, എന്തുപറ്റി പല്ലവി? ആരാണ് വിളിച്ചത്? ലാപ്ടോപ്പ് സ്ക്രീനിൽ അപ്പോഴും ആ മെയിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ട് പല്ലവി പറഞ്ഞു, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ മെയിൽ കണ്ടില്ലേ, അതിനി നടക്കില്ല. ഈ മെയിൽ കാരണം അവരെന്റെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തു. ഇനി ആ പ്രൊജക്ട് എന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുകയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അതുകൂടാതെ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനും മുത്തശ്ശൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് കേട്ട് അബി ചോദിച്ചു, അതെങ്ങനെ നടക്കും? ഒരു പ്രോജക്റ്റ് നടന്നില്ല എന്ന് വെച്ച് എങ്ങനെ ഒരാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനാകും? അവർ അംഗീകാരം നൽകാത്തതിന് നീ എന്ത് പിഴച്ചു? പല്ലവി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് ഞാൻ സ്വന്തമായി കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തതാണ്. അപ്പോൾ അബി പറഞ്ഞു, എന്തായാലും നമുക്ക് മുത്തശ്ശനെ കണ്ട് നേരിട്ട് ഈ കാര്യം സംസാരിക്കാം. ഇത്രയും വലിയൊരു തീരുമാനം ഫോണിലൂടെ എടുക്കാൻ പറ്റില്ല. എല്ലാം നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. എന്നാൽ അബിയുടെ വാക്ക് കേട്ടിട്ടും ഒന്നും പറയാതെ പല്ലവി അവിടുന്ന് പോവാൻ തുടങ്ങി. അപ്പോൾ അബി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പല്ലവി, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരുപക്ഷെ നീയും അതുതന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണല്ലോ എല്ലാവരും നിന്നോട് പറയുന്നത്. പക്ഷെ അങ്ങനെ എല്ലാറ്റിനും മറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? പല്ലവി തിരിഞ്ഞ് അബിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഓ, അപ്പൊ നീ സ്വയം ഒരു മിടുക്കനാണെന്നാണോ പറയുന്നത്? അബി പറഞ്ഞു, ആദ്യം നീ എന്റെ കൂടെ മുത്തശ്ശന്റെ അടുത്തേക്ക് വാ, എന്നിട്ട് സംസാരിക്കാം. പല്ലവി ആദ്യം അവനൊന്ന് തുറിച്ചു നോക്കി നിന്നു. പിന്നെ എന്തോ ആലോചിച്ച ശേഷം പറഞ്ഞു, ശരി, പോവാം. പല്ലവിയും അബിയും സീചന്ദ് കമ്പനിയുടെ ഓഫീസിലേക്ക് പോയി. കുറച്ചു സമയത്തിനുള്ളിൽ അവർ പല്ലവിയുടെ മുത്തശ്ശന്റെ മുറിയിലേക്ക് കയറി. അവളെ കണ്ടതും മുത്തശ്ശൻ പറഞ്ഞു, നോക്കു പല്ലവി, ബിസിനസ് കാര്യങ്ങളിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് നിനക്കറിയാമല്ലോ. ഒരു നിമിഷത്തെ ദേഷ്യമോ വികാരമോ കൊണ്ടല്ല ഞാൻ ആ തീരുമാനമെടുത്തത്. നമ്മുടെ കമ്പനിയുടെ ഒരു വലിയ സ്വപ്നമാണ് ആ ബിൽഡിംഗ് പ്രൊജക്ട്. അതിന് നിനക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്നും അത് തിരിച്ചെടുക്കുന്നത്. അതിനി ഞാൻ സതീഷിനെ ഏൽപ്പിക്കുകയാണ്. നിനക്കിനി വീട്ടിൽ സുഖമായി ഇരിക്കാം. ഇത് കേട്ട പല്ലവി ഞെട്ടിപ്പോയി. കാര്യങ്ങൾ ഇത്രത്തോളം ഗൗരവമാണെന്ന് അവൾ അറിഞ്ഞില്ല. പല്ലവി പറഞ്ഞു, പക്ഷെ മുത്തശ്ശ, ഈ പ്രൊജക്ട് എന്റെ ഒരു സ്വപ്നമാണ്. ഒരു തവണ അപ്രൂവൽ കിട്ടിയില്ല എന്ന് വെച്ച് എന്നെക്കൊണ്ടത് കഴിയില്ല എന്ന് പറയരുത്. ഈ പ്രൊജക്ടിന് അപ്രൂവൽ വാങ്ങിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. എന്തായാലും സതീഷിന് ഇത് കൊടുക്കുന്നതിന് മുൻപ് എനിക്ക് അവസാനമായി ഒരു ചാൻസ് കൂടി തരണം. മുത്തശ്ശൻ പല്ലവി ഒന്ന് നോക്കി. എന്നിട്ട് എന്തോ ആലോചിച്ച ശേഷം പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ അത് ഇന്ന് തന്നെ ചെയ്യണം. പല്ലവി വേഗം സമ്മതിച്ചുകൊണ്ട് അബിയും കൊണ്ട് പുറത്തേക്കിറങ്ങി. സതീഷ് പല്ലവിയുടെ കസിനായിരുന്നു. പല്ലവി എങ്ങനെയെങ്കിലും ബിസിനസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അവളെ പുറത്താക്കി ഒരു ദിവസം ഇതിന്റെ എല്ലാം ചാർജ് തനിക്ക് കിട്ടണം എന്നതായിരുന്നു സതീഷിന്റെ സ്വപ്നം. അവന്റെ അച്ഛൻ സായിചന്ദ്രനും അവന് ഇതിൽ നല്ല പിന്തുണ നൽകുന്നുണ്ട്. പല്ലവിയും അബിയും വേഗം മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് ഓഫീസിലെത്തി. അവിടെ നിന്നാണ് ഈ പ്രൊജക്ടിന്റെ അപ്രൂവൽ വാങ്ങേണ്ടത്. ഇന്ന് തന്നെ അത് വാങ്ങിയില്ലെങ്കിൽ എല്ലാം തകരും എന്നവർക്ക് അറിയാമായിരുന്നു. അബിയും പല്ലവിയും അവിടെ എത്തിയപ്പോൾ സതീഷ് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ട് അവർ ഞെട്ടി. സതീഷ് പല്ലവിയെ നോക്കി ഒരു കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ആ പല്ലവി, നീ അപ്രൂവൽ വാങ്ങാൻ വന്നതാവും അല്ലേ? പക്ഷെ മോളെ, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. ആ ഓഫീസറെ ഞാൻ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി നീ എന്താണ് ചെയ്യുന്നത് എന്നെനിക്കൊന്ന് കാണണം. എന്തായാലും അകത്തേക്ക് ചെല്ല്. പല്ലവി സതീഷിനെ ഒന്ന് നോക്കി അബിയുടെ കൂടെ അകത്തേക്ക് പോയി. അപ്പോഴവിടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അവൾ അവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ചെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു, മിസ്റ്റർ സക്സേന, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. സക്സേന എന്നയാൾ തല ഉയർത്തി പുഞ്ചിരിയോടെ പറഞ്ഞു, മിസ്സസ് പല്ലവി, പറയൂ, എന്താ ഇവിടെ വന്നത്? അബി അപ്പോൾ അവിടെ മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു. പല്ലവി അപ്പോൾ സക്സേനയോട് പറഞ്ഞു, ഞങ്ങളുടെ സീചന്ദ് കമ്പനി ടൗണിൽ നിർമ്മിക്കുന്ന ബിൽഡിങ്ങിന് ആവശ്യമായ എല്ലാ പേപ്പേഴ്സും ഞാൻ പ്രസന്റ് ചെയ്തതാണല്ലോ. എല്ലാ നിയമങ്ങളും പാലിച്ചതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കാതിരുന്നത്? നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോൾ പെട്ടെന്ന് പല്ലവിയുടെ പിറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടു. ഞാനാണ് അത് അപ്രൂവൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. പല്ലവി തിരിഞ്ഞു നോക്കി. ആ സ്ത്രീയെ കണ്ട് അവൾ ഞെട്ടി. പല്ലവി പറഞ്ഞു, കാവ്യ, നീ ഇവിടെ? മറുപടിയായി കാവ്യ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ തന്നെ. ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഈ സക്സേന എന്റെ ഭർത്താവാണ്. പല്ലവി രണ്ടുപേരെയും മാറി മാറി നോക്കി. അപ്പോൾ കാവ്യ തുടർന്നു, ഞങ്ങളുടെ അപ്രൂവൽ കിട്ടിയാലല്ലേ നിനക്ക് ഈ പ്രൊജക്ട് തുടങ്ങാൻ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. നീ വലിയ പണക്കാരിയല്ലേ, അതുകൊണ്ട് നീ പണം കൊടുത്ത് ഇതെല്ലാം നേടാൻ കഴിയുമോ എന്ന് നോക്ക്. എന്റെ ഭർത്താവായിട്ട് ഇത് ചെയ്തു തരും എന്ന് വിചാരിക്കണ്ട. പല്ലവി അവളോട് പറഞ്ഞു, കാവ്യ,
അന്ന് സംഭവിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. അന്ന് ഞാൻ ബുദ്ധിയില്ലാതെ പറഞ്ഞതാണ്. ദയവ് ചെയ്ത് ഇനി അതൊന്നും മനസ്സിൽ വെക്കരുത്. അപ്പോൾ കാവ്യ ഇടയിൽ കയറി പറഞ്ഞു, എനിക്കതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല പല്ലവി. എന്റെ കല്യാണം നിശ്ചയിച്ച ദിവസം ഞാൻ വളരെ സന്തോഷത്തോടെ എന്റെ എല്ലാ കൂട്ടുകാരോടും ഈ വിവരം പറഞ്ഞു. അന്ന് നീ എന്നെ കളിയാക്കി, ജോലിയില്ലാത്ത ഭർത്താവ് എന്ന് പറഞ്ഞ്. അത് കേട്ട് അന്ന് എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കി ചിരിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി. അത് കേട്ട പല്ലവി പറഞ്ഞു, അതൊക്കെ അന്നത്തെ ബുദ്ധിയില്ലാത്ത കാലത്തല്ലേ. അതെല്ലാം ഓർത്ത് എനിക്ക് തന്നെ ഇപ്പൊ സ്വയം ലജ്ജ തോന്നുന്നുണ്ട്. അവിടെയുള്ള മുഴുവൻ സ്റ്റാഫും അബിയും എല്ലാം അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് അബിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ കാവ്യ പറഞ്ഞു, ഇപ്പോൾ ലജ്ജ തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. അന്നത്തെ ആ പ്രതികാരം എനിക്ക് ഇന്ന് തീർക്കണം. അപമാനത്തിന് പകരം അപമാനം മാത്രമേ ഉണ്ടാകൂ എന്ന് നീ മനസ്സിലാക്കണം. പല്ലവി സംശയ കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എങ്ങനെ പ്രതികാരം? കാവ്യ അബിയെ നോക്കി പറഞ്ഞു, ഇവൻ നിന്റെ ഭർത്താവല്ലേ, എന്താണ് ഇവന്റെ ജോലി? എന്റെ ഭർത്താവിനോട് തുല്യമായി നിൽക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ഇവനുണ്ടോ? നിന്റെ വീട്ടിലല്ലേ ഇവൻ താമസിക്കുന്നത്? പല്ലവി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. കാവ്യ, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. കാവ്യ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കാര്യം പറഞ്ഞതാ പല്ലവി. ശരി, നിനക്ക് അപ്രൂവൽ തരാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്റെ ഭർത്താവ് അടക്കം ഇവിടെയുള്ള മുഴുവൻ സ്റ്റാഫുകളുടെയും മുന്നിൽ നിങ്ങൾ രണ്ടുപേരും കൈകൂപ്പി അപേക്ഷിച്ചാ മതി. അപ്രൂവൽ തരണേ, അപ്രൂവൽ തരണേ എന്ന് അപേക്ഷിച്ചാൽ ചിലപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിക്കും. കാവ്യ പ്ലീസ്, പല്ലവി ഉറക്കെ പറഞ്ഞു. എന്നാൽ കാവ്യ ഒട്ടും കുലുങ്ങിയില്ല. പുറത്തേക്കുള്ള വഴി അവിടെയാണ് പല്ലവി. പല്ലവി നിസ്സഹായതയോടെ വാതിലിന് പുറത്തേക്ക് കടന്നു. അവിടെ അവളെ കാത്ത് സതീഷ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പല്ലവിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അയ്യോ പറ്റിയില്ലല്ലേ, സങ്കടായിപ്പോയല്ലോ. ഇനി എന്തായാലും ഈ പ്രൊജക്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചാ മതി. ആ, ഇനിയിപ്പൊ കമ്പനിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ. പാവം. അല്ല, നിന്റെ ഭർത്താവ് എവിടെ പോയി? കമ്പനി സ്ഥാനം ഒന്നും ഇല്ല എന്ന് കേട്ടപ്പോ മുങ്ങിയോ? അപ്പോഴാണ് അബി തന്റെ കൂടെ വന്നിട്ടില്ലെന്ന് പല്ലവി ശ്രദ്ധിച്ചത്. അവൾ വീണ്ടും അകത്തേക്ക് നോക്കി. ഗ്ലാസ്സിലൂടെ അകത്തെന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി കാണാമായിരുന്നു. അതുകണ്ട് പല്ലവി ഞെട്ടിപ്പോയി. അകത്ത് അബി മുഴുവൻ സ്റ്റാഫിന്റെ മുന്നിലും കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു. കാവ്യ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവൾ പല്ലവിയെ കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഭാഗ്യവതിയാണ് കേട്ടോ. നിന്റെ ഭർത്താവ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറാണല്ലോ. കൺഗ്രാറ്റ്സ്, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. നിങ്ങൾക്ക് അപ്രൂവൽ തരും. അത് കേട്ട് സതീഷ് പിറകിൽ നിന്ന് പറഞ്ഞു, അതെങ്ങനെ പറ്റും? ഞാൻ നിങ്ങളുടെ ഭർത്താവിന് പണം നൽകിയതല്ലേ? കാവ്യ എപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പണം നിനക്ക് ഞങ്ങൾ തിരികെ തരും. എനിക്കെന്റെ പ്രതികാരമാണ് കൂടുതൽ പ്രധാനം. അതും പറഞ്ഞ് കാവ്യ മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും അബി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പല്ലവി അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ആരാണെന്നോ നിന്റെ വിചാരം? ആരോട് ചോദിച്ചിട്ടാണ് നീ ഇത് ചെയ്തത്? നിന്നെ ഇങ്ങനെ അപമാനിച്ച് എനിക്ക് ഈ പ്രൊജക്ട് നേടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അബി ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. പല്ലവി കണ്ണീരോടെ പറഞ്ഞു, എന്തായാലും നമുക്കിവിടുന്ന് പോവാം. അതും പറഞ്ഞ് പല്ലവി മുന്നോട്ട് നടന്നു. കുറച്ചു സമയം കൊണ്ട് അബിയും പല്ലവിയും വീട്ടിലേക്ക് മടങ്ങി. അവർ വീട്ടിലെത്തിയപ്പോഴേക്കും പല്ലവിക്ക് മുത്തശ്ശന്റെ കോൾ വന്നു. മോളെ പല്ലവി, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നീ അപ്രൂവൽ നേടിയെടുത്തല്ലേ? നിന്റെ ഈ വിജയം ആഘോഷിക്കാൻ ഞാൻ ഇന്ന് നമ്മുടെ പഴയ ആ വീട്ടിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട് പല്ലവി സന്തോഷത്തോടെ പറഞ്ഞു, ശരി മുത്തശ്ശ, ഞങ്ങൾ വരാം. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അവളുടെ സന്തോഷം കണ്ട് അബി ചോദിച്ചു, എന്താ പറ്റിയത്? പല്ലവി സന്തോഷത്തോടെ പറഞ്ഞു, മുത്തശ്ശൻ ഇന്ന് ഞങ്ങളുടെ പഴയ വീട്ടിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. പെട്ടെന്ന് അല്പം ഗൗരവത്തോടെ പറഞ്ഞു, അതായത് എന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ടുവിടാൻ നീയും വരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പല്ലവിയുടെ ഉള്ളിൽ അബിയും കൂടെ വരണമെന്നാണെന്ന് അവന് മനസ്സിലായി. അവന് സന്തോഷം തോന്നി. പക്ഷേ അവനത് മുഖത്ത് കാണിച്ചില്ല. രണ്ടുപേരും വേഗം പാർട്ടിയിലേക്ക് പോയി. അബിയെയും പല്ലവിയെയും അവിടെ കണ്ടപ്പോൾ രമ്യയുടെയും സതീഷിന്റെയും മനസ്സിൽ ചില പ്ലാനുകൾ നടക്കുന്നുണ്ടായിരുന്നു. രമ്യ സതീഷിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ അബിയോടൊരു കാര്യം പറഞ്ഞിട്ട് അവനത് ചെയ്തില്ല. ഈയിടെയായിട്ട് അവൻ വല്ലാതെ തലയിൽ കയറുന്നുണ്ട്. സതീഷ് തന്റെ ഗ്ലാസ്സിലുള്ള ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശരിയാണ്. എന്തായാലും എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ഇവിടെ കൂടി എല്ലാവരും ഇവരെ കളിയാക്കും. അതിനുള്ള പ്ലാനാണ്. നീയും എന്റെ കൂടെ നിൽക്കണം. രമ്യ സംശയത്തോടെ സതീഷിനെ നോക്കി. എന്താണ് സതീഷിന്റെ മനസ്സിലെ പ്ലാൻ? അപ്പോൾ സതീഷിന്റെ കണ്ണ് അബിയിൽ നിന്നും കുറച്ച് മാറി നിന്ന പല്ലവിയിൽ പതിഞ്ഞു. അപ്പോഴാണ് രമ്യയുടെ ഭർത്താവ് അർജുൻ പല്ലവിയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടത്. അർജുൻ പല്ലവിയെ പ്രണയിച്ചിരുന്നു. എന്നാൽ അവന് രമ്യയാണ് വിവാഹം ചെയ്യാൻ സാധിച്ചത്. എങ്കിലും പല്ലവിയോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും അർജുൻ പാഴാക്കിയിരുന്നില്ല. പല്ലവിയാണെങ്കിൽ ഒരിക്കൽ പോലും അർജുനെ ശ്രദ്ധിച്ചതുപോലുമില്ല. അങ്ങനെ അബി ഒറ്റയ്ക്കായ സമയത്ത് സതീഷ് രമ്യയോട് പറഞ്ഞു, അബി ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നീ കണ്ടോ?
അതും പറഞ്ഞ് സതീഷ് തന്റെ കയ്യിലൊരു ഗ്ലാസുമായി അബിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ ദൂരെ നിന്ന് അല്പ ഉച്ചത്തിൽ പറഞ്ഞു, അബി, പുതിയ സ്യൂട്ടൊക്കെ ആണല്ലോ. ഇപ്പോ നല്ല ലുക്കിലാണല്ലോ നടത്തം. ഭാര്യയുടെ കാശുകൊണ്ട് ജീവിക്കുമ്പോ എന്തോ ആവാലോ. അല്ലെങ്കിൽ ഇത്രയും വില കൂടിയ വസ്ത്രമൊന്നും നിനക്ക് ധരിക്കാൻ സാധിക്കില്ലല്ലോ. അത് കേട്ട് ചുറ്റും നിന്ന പലരും അബിയെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ രമ്യയും കയ്യിലൊരു വൈൻ ഗ്ലാസുമായി അവിടേക്ക് വന്നു. എന്താണ് സതീഷ് നീ പറയുന്നത്? വെറുതെ അവനെ വിഷമിപ്പിക്കണ്ട. ഇവൻ നമ്മുടെ വീട്ടിലെ മരുമകനല്ലേ? എല്ലാ മരുമക്കളും സ്വന്തം വീട്ടിൽ താമസിക്കണമെന്നുണ്ടോ? ഇതിലൊക്കെ എന്താണ് തെറ്റ്? അവന്റെ ഭാര്യ അവന് കൃത്യമായി ചെലവ് കൊടുക്കുന്നുണ്ടല്ലോ. രമ്യയുടെ വാക്കുകൾ കേട്ട് സതീഷ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ, ബട്ട് രമ്യ, സത്യത്തിൽ പല്ലവി ഇവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രമ്യ പുഞ്ചിരിയോടെ പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നീ ഒന്നങ്ങോട്ട് നോക്കിയേ. ഭർത്താവിനെ ഇവിടെ തനിച്ചാക്കി ആ മൂലയിൽ മറ്റാരോട് സംസാരിച്ചിരിക്കുകയാണ് പല്ലവി. സതീഷിന്റെ വാക്കുകൾ കേട്ട അബി അറിയാതെ തന്നെ അങ്ങോട്ടേക്ക് നോക്കി. അവിടെ പല്ലവി അർജുനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രമ്യ പറഞ്ഞു, അത് ശരിയാണല്ലോ. എന്തായാലും പല്ലവി അബിയെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു. എന്നിട്ട് അബിയെ നോക്കി പറഞ്ഞു, അതൊക്കെ വിട്, നമുക്ക് എൻജോയ് ചെയ്യാം, കമോൺ. അതും പറഞ്ഞ് രമ്യ ഒരു വൈൻ ഗ്ലാസ് അബിയുടെ നേരെ നീട്ടി. അപ്പോൾ അബി അത് നിരസിച്ചു. വേണ്ട രമ്യ. അപ്പോൾ സതീഷ് ആ ഗ്ലാസ് അവന്റെ ചുണ്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, കമോൺ അബി, ഇതുപോലെ വലിയൊരു പാർട്ടിയിൽ വന്നിട്ട് കുറച്ചു കുടിക്കാതിരുന്ന എങ്ങനെയാ? ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ? അതും പറഞ്ഞ് അവൻ ആ വൈൻ അബിയുടെ വായിലേക്ക് ബലമായി ഒഴിച്ചു. അബി തട്ടിമാറ്റാൻ നോക്കിയെങ്കിലും ആ മദ്യം മുഴുവൻ അവന്റെ ഉള്ളിലേക്ക് കടന്നിരുന്നു. സതീഷ് തന്റെ ഗ്ലാസ് നീക്കിയ ഉടൻ രമ്യ അവളുടെ കയ്യിലുള്ള ഗ്ലാസ് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി എന്റെ ഒരു സന്തോഷത്തിന് ഇതും കൂടെ, എന്നിട്ട് നമുക്ക് എല്ലാം അവസാനിപ്പിക്കാം. അബി തട്ടിമാറ്റിയെങ്കിലും അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. കുറച്ച് മദ്യം അകത്ത് ചെന്നതുകൊണ്ട് അവന് വല്ലാതെ പിടിച്ചു നിൽക്കാനായില്ല. തല കറങ്ങുന്നത് പോലെ തോന്നി. കുറച്ചു സമയത്തിനുള്ളിൽ അവരവനെ കൊണ്ട് പിന്നെയും മദ്യം അകത്താക്കിച്ചു. ശേഷം സതീഷ് രമ്യയോട് പറഞ്ഞു, ഞാൻ ആദ്യം കൊടുത്ത ഗ്ലാസ്സിൽ അല്പം മയക്കുമരുന്ന് കലർത്തിയിരുന്നു. അത് അതിന്റെ ജോലി ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇനി കാണാൻ നല്ല രസമായിരിക്കും. അപ്പോഴേക്കും മാലിനിയും രമ്യയുടെയും സതീഷിന്റെയും അച്ഛൻ സായി ചന്ദ്രനുമെല്ലാം പാർട്ടിയിലേക്ക് എത്തിയിരുന്നു. പല്ലവിയുടെ മുത്തശ്ശൻ ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സതീഷ് ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അബിയെ നോക്കി പറഞ്ഞു, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങൾ നമ്മുടെ വീട്ടിലെ മരുമകൻ അബിയെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇതാണ് അഭിമന്യു. ഇവൻ ഏത് കുടുംബത്തിൽ നിന്നാണ്? ഇവന്റെ പ്രൊഫഷൻ എന്താണ്? ഇവൻ എങ്ങനെയാണ് പല്ലവിയെ വിവാഹം ചെയ്തത്? ഇതിനെല്ലാമുള്ള മറുപടി അവൻ ഇപ്പൊ പറയും. പറയൂ അബി, എല്ലാവർക്കും നിന്നെ പരിചയപ്പെടുത്തൂ. മദ്യലഹരിയിലായിരുന്ന അബി സതീഷിന്റെ നേർക്ക് നോക്കി നാവ് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ അവളും കൂടെ എന്നെ കുടിപ്പിച്ചില്ലേ? ഇനി ഞാൻ സംസാരിക്കുകയും വേണോ? കേട്ടോ? അപ്പോഴേക്കും ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. അവരാവേശത്തോടെ അത് നോക്കിക്കൊണ്ടിരുന്നു. അബി സതീഷിന്റെ നേർക്ക് നോക്കി പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നീ വളരെ അത്യാഗ്രഹിയും നീചനുമാണ്. നിനക്ക് കമ്പനി ഏറ്റെടുക്കണം അല്ലേ? നിന്റെ വഴിയിൽ തടസ്സം നിൽക്കുന്ന പല്ലവിയെ ഒഴിവാക്കുകയല്ലേ നിന്റെ ലക്ഷ്യം? അതിനുവേണ്ടി നീ എന്തൊക്കെ കളിയാ കളിക്കുന്നത്? അപ്പോൾ സതീഷ് വേഗം അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, കുറച്ച് കുടിച്ചപ്പോഴേക്കും നിനക്കാകെ വെളിവില്ലാതായോ അബി? നീ എന്തൊക്കെയാ പറയുന്നത്? അബി തന്റെ ചുണ്ടിൽ വിരൽ വെച്ച് സതീഷിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് തുടർന്നു, ഞാൻ പറഞ്ഞു തീർന്നില്ല സതീഷേ. ഈ ബിസിനസ് കിട്ടാൻ വേണ്ടി നീ എന്തെല്ലാമാണ് ചെയ്തത്? നിന്റെ അച്ഛൻ സായി ചന്ദ്രൻ, നിങ്ങൾ ഒരുമിച്ച് മുത്തശ്ശനെ പുകഴ്ത്തി പറഞ്ഞ് സോപ്പിട്ട് നിങ്ങൾ പല്ലവിക്കെതിരെ തിരിക്കുന്നു. അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, അബി എന്താ ഇത്? അയ്യോ മുത്തശ്ശ, മുത്തശ്ശനെ പറ്റി എന്ത് പറയാനാ? മുത്തശ്ശൻ എന്തായാലും പല്ലവിക്ക് ഒരു ചാൻസ് കൂടെ കൊടുത്തു. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും സതീഷിനോടാണ് കുറച്ച് ഇഷ്ടക്കൂടുതൽ, അതെനിക്കറിയാം. അപ്പോഴേക്കും രമ്യ അങ്ങോട്ടേക്ക് വന്നു. അബി നിർത്ത്, ഇത് നമ്മുടെ മുത്തശ്ശനാണ്. അതെ രമ്യ, അതൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ. ഇപ്പൊ നീയും സതീഷും പല്ലവിക്കെതിരെ ഒന്നിച്ചെന്നും എനിക്കറിയാം. അല്ലെങ്കിൽ രണ്ട് ചേരിയിലായിരുന്നല്ലോ. ഇപ്പൊ പല്ലവിയുടെ കാര്യം വന്നപ്പോ രണ്ടാളും ഒന്നായി. അതുകൊണ്ടല്ലേ എന്നെ അപമാനിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും എന്നെ മദ്യം കുടിപ്പിച്ചത്. പക്ഷേ ഞാൻ എന്നും എന്റെ പല്ലവിയുടെ കൂടെയായിരിക്കും നിൽക്കുക. അവളെ ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കില്ല. അബി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, സത്യത്തിൽ നിങ്ങളിൽ ഏറ്റവും കഴിവുള്ളത് പല്ലവിക്കാണ്. അവള് ബിസിനസ്സും കുടുംബകാര്യങ്ങളും എല്ലാം നന്നായി തന്നെയാണ് നോക്കുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ അവളെ ഒതുക്കാൻ നോക്കുന്നു. അപ്പോഴേക്കും പല്ലവിയും അവിടെ എത്തിയിരുന്നു. ഇതെല്ലാം കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അബി മദ്യലഹരിയിലായിരുന്നെങ്കിലും അവൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അബി ഇനിയും ഓരോന്ന് തുറന്നു പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് സതീഷ് അവന്റെ കൈ പിടിച്ച് പറഞ്ഞു, നീ വെറുതെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. വേഗം ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അതും പറഞ്ഞ് സതീഷ് അബിയെ മെല്ലെ നിലത്തേക്ക് തള്ളിയിട്ടു. അബി തല ഉയർത്തി നോക്കിയപ്പോൾ പല്ലവി അവന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പല്ലവി അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ അപ്പോഴും മദ്യലഹരിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പല്ലവി അപ്പോൾ ദേഷ്യത്തോടെ സതീഷിനെയും രമ്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ രണ്ടുപേരും എല്ലാ ലിമിറ്റും കടന്നിരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം.
ഈ നിൽക്കുന്ന അഭിമന്യു എന്റെ ഭർത്താവാണ്. ആ സത്യം ഒരിക്കലും തുടച്ചു മാറ്റാൻ കഴിയില്ല. ഇനി ഇവൻ അപമാനിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് അത് ഓർത്താൽ നല്ലത്. പല്ലവി അബിയെ പിന്തുണയ്ക്കുമെന്ന് സതീഷും രമ്യയും ചിന്തിച്ചിരുന്നില്ല. മാലിനിയും ആ അവസ്ഥയിൽ തന്നെയായിരുന്നു. അവർ രമ്യയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് രമ്യ ഇതെല്ലാം? ഈ അബി നമ്മുടെ കുടുംബത്തിന് ഒരു കളങ്കമായി മാറിയിരിക്കുകയല്ലേ, അത് നമുക്ക് തുടച്ചു മാറ്റണം. രമ്യ പറഞ്ഞത് കേട്ട് മാലിനി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, അതൊന്നും നടക്കില്ല. പല്ലവിയുടെ അച്ഛൻ രവിചന്ദ്രൻ അതിനൊന്നും സമ്മതിക്കില്ല. അദ്ദേഹത്തിന്റെ പെറ്റാണല്ലോ ഈ അബി. അതൊക്കെ കഴിയൂ ആന്റി, നമുക്ക് നോക്കാം. രമ്യ ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും പല്ലവി അബിയെ ഒരുവിധം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മദ്യലഹരിയിലാണെങ്കിലും അബി പറഞ്ഞതെല്ലാം പല്ലവിയും വർഷങ്ങളായി പറയാൻ ആഗ്രഹിച്ചതായിരുന്നു. അവൾക്കെന്തോ ഉള്ളിലൊരു സുഖം തോന്നി. അവൾ അവനെ പിടിച്ചുകൊണ്ട് കട്ടിലിൽ കിടത്തി. അപ്പോഴും അവൻ ഉറക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു, പല്ലവി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും നമ്മളെ വേർപെടുത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ അതിനൊരിക്കലും അനുവദിക്കില്ല. ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും. പല്ലവി മെല്ലെ അവന്റെ കൈകൾ വേർപെടുത്തി അവിടുന്ന് പോന്നു. അവളുടെ ഉള്ളിൽ അപ്പോൾ അബിയോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. മനോഹരമായൊരു പുഞ്ചിരിയോടെ അവൾ മുറിയിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ അബി വേഗം ഉണർന്നു. രാത്രി പാർട്ടിയിൽ നടന്നതെല്ലാം അവനപ്പോൾ ഓർമ്മ വന്നു. പല്ലവി എങ്ങനെ നേരിടും എന്നാലോചിച്ച് അവന് ടെൻഷൻ തോന്നി. കുറച്ചു കഴിഞ്ഞ് അടുക്കളയിൽ നിന്നും എന്തോ ബഹളം കേട്ടാണ് പല്ലവി ഉണർന്നത്. അപ്പോൾ 2 കപ്പ് കാപ്പിയുമായി അബി അവളുടെ മുന്നിൽ നിൽക്കുന്നു. ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായതിൽ സോറി. ഞാൻ കാരണം നിനക്കും ഇന്നലെ ഒരുപാട് നാണക്കേടായില്ലേ? പല്ലവി അവനെ തുറച്ചു നോക്കി. എന്നിട്ടൊരു ദീർഘനിശ്വാസം എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അപ്പോൾ അബി വിളിച്ചു പറഞ്ഞു, എന്നോട് ക്ഷമിച്ചോ എന്ന് പറഞ്ഞില്ല. ആദ്യം ഈ കാപ്പിയെങ്കിലും കുടിക്കൂ. മറുപടിയായി പല്ലവി പറഞ്ഞു, എനിക്കൊന്ന് ഫ്രഷ് ആവണം, ഞാൻ തിരിച്ചു വന്നിട്ട് കുടിക്കാം. ഇതും പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് കടന്നു. അബി വീണ്ടും അടുക്കള ഭാഗത്തേക്ക് നീങ്ങി. അപ്പോൾ തന്നെ എന്തോ എടുക്കാൻ വേണ്ടി പല്ലവി വീണ്ടും അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ അബി മാവ് കുഴയ്ക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ഇടയ്ക്കവൻ മൂക്ക് ചൊറിഞ്ഞിട്ട് മൂക്കിൽ സ്വന്തം കൈകൊണ്ട് തൊട്ടു. ഇങ്ങനെ ചെയ്തപ്പോൾ അവന്റെ മുഖത്ത് മാവായി. വെള്ളമെടുക്കാൻ മുൻപോട്ട് നീങ്ങിയ പല്ലവി അബിയുടെ മുഖത്തേക്ക് നോക്കി. അവനെ കണ്ടയുടനെ അവൾ പൊട്ടിച്ചിരിച്ചു. അവൻ വേഗം മുഖം തുടച്ചു. ചിരി നിയന്ത്രിച്ചുകൊണ്ട് പല്ലവി ബാത്റൂമിൽ കയറി അവിടുന്ന് ഉറക്കി ചിരിച്ചു. അവളുടെ ചിരിയുടെ ശബ്ദം അബിയും കേട്ടു. അവന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. കുളി കഴിഞ്ഞതിനു ശേഷം പല്ലവി വീണ്ടും മുറിയിൽ പോയി കയ്യിലൊരു പുസ്തകവുമായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാലിനി അങ്ങോട്ടേക്ക് വന്നത്. അവർ പറഞ്ഞു, പല്ലവി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ അബി ഇന്നലെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്? ഇനിയെങ്കിലും നിനക്കവനെ ഒഴിവാക്കിക്കൂടെ? അതേസമയം മുറിയുടെ പുറത്തുകൂടെ പോകുകയായിരുന്ന അബി അത് കേട്ട് ഒന്ന് അവിടെ തന്നെ നിന്നു. അപ്പോൾ പല്ലവി പറഞ്ഞു, അമ്മേ, എനിക്കതൊന്നും പ്രശ്നമല്ല. അബി എന്റെ ഭർത്താവാണ്. അബി എങ്ങനെ ആയാലും ഞാൻ സഹിച്ചോളാം. അമ്മ അതിലൊന്നും ഇടപെടണ്ട. പല്ലവി തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ട് അബിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. പല്ലവി തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കേട്ട് സന്തോഷിച്ചുകൊണ്ട് അഭിമന്യു നടന്നു. പെട്ടെന്ന് അവന്റെ ഫോൺ റിംഗ് ചെയ്തു. കോൾ എടുത്ത് നോക്കിയപ്പോൾ അത് വാസുദേവൻ വക്കീലിന്റെ കോളായിരുന്നു. അവൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ ഇപ്പൊ വിളിച്ചത്? നിന്റെ തീരുമാനം എന്താണെന്ന് അറിയാനാണ് വീണ്ടും വിളിക്കുന്നത്. അന്ന് നീ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അഭിമന്യു കുറച്ചുനേരം മിണ്ടാതെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. ഞാനൊരു പണക്കാരനാണെന്ന് ആരും അറിയരുത്. ഇതെല്ലാം രഹസ്യമായി ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. അതും പറഞ്ഞ് അബി ഫോൺ കട്ട് ചെയ്ത് മാറ്റിവെച്ചു. പല്ലവി അപ്പോൾ മുറിയിൽ അബിയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. അവൾ മെല്ലെ എഴുന്നേറ്റ് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വാർഡ്രോബ് തുറന്നു. പെട്ടെന്നതിൽ ഒരു പേപ്പർ കണ്ട് അവളൊന്ന് ഞെട്ടി. ശേഷം അവൾ അത് കയ്യിലെടുത്ത് നേരെ അബിയുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് അബിയെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. പല്ലവിയുടെ നോട്ടം കണ്ട് അബി സംശയത്തോടെ ചോദിച്ചു, എന്താ പല്ലവി, എന്താ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ പല്ലവി അലമാരിയിൽ നിന്നും കിട്ടിയ പേപ്പർ അവന്റെ മുന്നിലേക്ക് നീട്ടി കാണിച്ചു. അതിൽ സോറി എന്നെഴുതിയിരുന്നു. അബി വെച്ചതാണ് അതവിടെ എന്ന് പല്ലവിക്ക് ഉറപ്പായിരുന്നു. എന്താ ഇത്? അബി പരുങ്ങലോടെ പറഞ്ഞു. അത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. വല്ലാതെ വിശദീകരിക്കണ്ട. എന്താണ് ചെയ്തതെന്ന് സ്വയം ബോധ്യമുണ്ടല്ലോ, അത് മതി. അബിയോട് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും പല്ലവി ദേഷ്യം അഭിനയിച്ചു നിന്നു. അവൾ തുടർന്നു, എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. ഓഫീസിൽ പോകാൻ ലേറ്റായി. അതും പറഞ്ഞ് പല്ലവി അവിടെ നിന്നും പോയി. അബിയും അപ്പോഴേക്കും റെഡി ആവാൻ വേണ്ടി നടന്നു. അവൻ ഇന്ന് ബാങ്കിൽ പോവാനുണ്ടായിരുന്നു. അബി അപ്പോഴേക്കും തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെട്ടിരുന്നു. അവൻ ഗേറ്റിനടുത്ത് എത്താനായതും പിറകിൽ കാറിൽ നിന്നും പല്ലവി ഹോൺ മുഴക്കി. അബി ബൈക്ക് അവിടെ നിർത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ഞാനും ഇന്ന് ബൈക്കിലാണ് വരുന്നത്. ഓഫീസിൽ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. കാറിൽ പോയാൽ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് എത്താൻ ലേറ്റ് ആവും. ബൈക്കാവുമ്പോ ഒന്നുകൂടെ എളുപ്പമാവും. അബി ഉള്ളിൽ സന്തോഷിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവളോട് പിറകിൽ കയറാൻ പറഞ്ഞു. പല്ലവി
അബിയുടെ കൂടെ ബൈക്കിൽ കയറി. അവൾ അവന്റെ തോളിൽ കൈവച്ചപ്പോൾ അവന്റെ ശരീരം ഒന്നാകെ ഒന്ന് പിടഞ്ഞു. പല്ലവിക്കും പെട്ടെന്ന് മനസ്സൊന്ന് കുളിർത്തു. ഇന്ന് ആദ്യമായി ഇരുവരും പരസ്പരം അടുത്തിരുന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ ഇരുവരും സീചന്ദ് ഓഫീസിന്റെ മുന്നിലെത്തി. പല്ലവി ബൈക്കിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ അവളുടെ ഫോൺ റിംഗ് ചെയ്തു. അവൾ കോൾ എടുത്തതും അവളുടെ അമ്മ മാലിനി പറഞ്ഞു, മോളെ പല്ലവി, നീ എവിടെ? അച്ഛന് ഒരു അപകടം ഉണ്ടായി, വേഗം ഹോസ്പിറ്റലിൽ എത്തണം. ഇത് കേട്ടതും പല്ലവി ആകെ പേടിച്ചു. അബി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, പല്ലവി, എന്താ പറ്റിയത്? എന്താ നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? പല്ലവി വേഗം കോൾ കട്ട് ചെയ്തുകൊണ്ട് അബിയോട് പറഞ്ഞു, നമുക്കുടനെ സിറ്റി ഹോസ്പിറ്റലിൽ എത്തണം. അച്ഛൻ എന്തോ അപകടം പറ്റിയെന്ന്, വേഗം പോവാം. പല്ലവിയുടെ അച്ഛന് അപകടം പറ്റിയതറിഞ്ഞ് അബിയും ആകെ പേടിച്ചു. കാരണം അബിയോട് എന്നും സ്നേഹമുണ്ടായിരുന്നത് അദ്ദേഹത്തിന് മാത്രമായിരുന്നു. തിരിച്ച് അബിക്കും അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു. അവൻ വേഗം പല്ലവിയെയും കൂട്ടി ഹോസ്പിറ്റലിലെത്തി. രവിചന്ദ്രൻ അപ്പോൾ ഐസിയുവിലായിരുന്നു. മാലിനി പുറത്ത് കണ്ണീരൊഴുക്കിയിരിക്കുന്നുണ്ട്. പല്ലവിയെ കണ്ട മാലിനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ പല്ലവി, അച്ഛന് കുറച്ച് സീരിയസ് ആണ്, ഐസിയുവിലാണുള്ളത്. പല്ലവി അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ ഒന്ന് സമാധാനിക്ക്, എല്ലാം ശരിയാകും, ഞാൻ നോക്കട്ടെ. അതെല്ലാം പറയുന്നുണ്ടെങ്കിലും പല്ലവിയും കരയുന്നുണ്ടായിരുന്നു. അബി അപ്പോഴേക്കും ഡോക്ടറുടെ അടുത്തെത്തി. എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു, എന്തു പറ്റി ഡോക്ടർ? സാറിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നില വളരെ മോശമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ഒബ്സർവേഷനിൽ തന്നെയാണ്. ശരിയാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എങ്കിലും നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞത് കേട്ട് അബി പേടിച്ചു. അവൻ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. ഐസിയുവിന് മുന്നിൽ പല്ലവിയും മാലിനിയും അബിയും സങ്കടത്തോടെ ഇരുന്നു. സമയം വൈകുന്നേരമായി. എല്ലാവരും അതേ ഇരിപ്പ് തുടരുകയായിരുന്നു. പല്ലവിയുടെ അവസ്ഥ കണ്ട് അബിക്ക് സങ്കടം തോന്നി. അച്ഛനോട് അവൾക്ക് എത്രമാത്രം സ്നേഹവും അടുപ്പവും ഉണ്ടെന്ന് അബിക്ക് നന്നായി അറിയാമായിരുന്നു. അവൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പല്ലവിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, പല്ലവി, നീ അമ്മയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളൂ. അങ്കിളിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ വിളിച്ചോളാം. അത് കേട്ട് പല്ലവി സങ്കടത്തോടെ പറഞ്ഞു, അച്ഛൻ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരും? എനിക്ക് കഴിയില്ല. പല്ലവി കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അബി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പല്ലവി നോക്ക്, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. എങ്കിലും രാവിലെ മുതൽ നീയും അമ്മയും ഇങ്ങനെ ഇരിക്കുന്നതല്ലേ? നിങ്ങളൊന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വാ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അങ്കിളിനോട് നിനക്കുള്ള അതേ സ്നേഹം തന്നെ എനിക്കുമുണ്ട്. അദ്ദേഹം എനിക്ക് ദൈവത്തെ പോലെയാണ്. അദ്ദേഹം എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്കിളിനെ ഞാൻ നന്നായി നോക്കിക്കോളാം. നിങ്ങൾ പോയി വാ. അബി ഒരുപാട് പറഞ്ഞപ്പോൾ പല്ലവി സമ്മതിച്ചു. അവൾ മാലിനിയും കൂട്ടി വീട്ടിലേക്ക് പോയി. അബി വീണ്ടും ഐസിയുവിന്റെ മുമ്പിലിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ലുക്ക് ഹിയർ, പറയുന്നത് കേട്ട് ടെൻഷൻ ആവരുത്. മിസ്റ്റർ രവിചന്ദ്രന്റെ അവസ്ഥ വഷളാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഇംപ്രൂവ്മെന്റ് ഇപ്പൊ കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തണം. അത് കേട്ട് അബി ഞെട്ടി. അവൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, നല്ല മാറ്റം ഉണ്ടാവുന്നുണ്ടെന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. പിന്നെ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? ഡോക്ടർ പറഞ്ഞു, അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും ഇപ്പൊ സമയമില്ല. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവന് വരെ ആപത്താണ്. ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് കേട്ട് അബി വേഗം പറഞ്ഞു, എന്നാൽ ഡോക്ടർ ഓപ്പറേഷൻ പെട്ടെന്നാക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം ചില പേപ്പേഴ്സ് ഫിൽ ചെയ്ത് സൈൻ ചെയ്യണം. എന്നിട്ട് ബിൽ കൗണ്ടറിൽ പോയി 15 ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്യണം. ഞങ്ങൾ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം. 15 ലക്ഷം എന്ന് കേട്ടപ്പോൾ അബി ഒന്ന് ഞെട്ടി. അത്രയും പണം തന്റെ കയ്യിൽ ഇല്ലല്ലോ എന്നവൻ ആലോചിച്ചു. പല്ലവിയെ വിളിച്ച് പണം ചോദിച്ചാൽ അച്ഛന്റെ ഓപ്പറേഷന്റെ കാര്യം പറയേണ്ടി വരും. വെറുതെ അവളെ ടെൻഷൻ ആക്കാത്തതാണ് ഇപ്പോൾ നല്ലത് എന്ന് അബി ചിന്തിച്ചു. പക്ഷെ പണം കിട്ടാൻ എന്തു ചെയ്യും എന്നവന് ഒരു വഴിയും കിട്ടിയില്ല. അവൻ ടെൻഷനോടെ തിരിഞ്ഞതും അവന്റെ പിറകിൽ ഒരാളെ കണ്ട് ഞെട്ടി. അത് വാസുദേവൻ വക്കീലായിരുന്നു. അയാളെ അപ്പോൾ അവിടെ കണ്ടതും അബി സംശയത്തോടെ ചോദിച്ചു, നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? മറുപടിയായി വാസുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്തെങ്കിലും ആവട്ടെ. നീ ഇനി എങ്ങനെയാണ് പണം അറേഞ്ച് ചെയ്യാൻ പോകുന്നത്? പല്ലവി വിളിക്കുമോ? അവളെ വെറുതെ ടെൻഷനാക്കണ്ട എന്നല്ലേ നീ ചിന്തിക്കുന്നത്? പക്ഷെ ഈ നടന്നതെല്ലാം തനിയെ സംഭവിച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വക്കീലിന്റെ വാക്കുകൾ കേട്ട അബി ഞെട്ടി നിന്നു. അയാൾ എന്താണ് പറയുന്നത് എന്ന് അബിക്ക് മനസ്സിലായില്ല. അവന്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞു, നീ ഒരുപാട് അങ്ങ് ആലോചിക്കണ്ട. നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഈ അപകടം ഉണ്ടായത്. അബി എന്തു പറയണമെന്നറിയാതെ സ്തബ്ധനായി നിന്നു. വക്കീൽ പറഞ്ഞത് സത്യമാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചില്ല. തന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുമോ? എന്നാൽ വാസുദേവന്റെ മുഖത്ത് ചിരി
അപ്പോഴും മാഞ്ഞിരുന്നില്ല. അടുത്ത നിമിഷം അബിയുടെ മുഖം ആകെ ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ പറഞ്ഞു, നിങ്ങൾക്കെങ്ങനെ ഇതിന് ധൈര്യം വന്നു? അപ്പോൾ വാസുദേവൻ പറഞ്ഞു, നിന്റെ അച്ഛൻ ആദിത്യപിള്ളയെ നിനക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. ബിസിനസ് ലോകത്തെ തന്നെ വിറപ്പിച്ചവനാണ് അദ്ദേഹം. അപ്പൊ പിന്നെ ഈ അപകടമൊക്കെ അദ്ദേഹത്തിന് വളരെ ചെറിയൊരു കാര്യം മാത്രം. അബി ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ കുറ്റമാണ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയില്ല. ഇതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും. അപ്പോൾ വാസുദേവൻ വീണ്ടും പറഞ്ഞു, അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ വില 15 ലക്ഷം രൂപ. അത് ഞങ്ങൾ ഇപ്പോൾ തന്നെ തരാം. അബി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ പണം വാങ്ങിയിട്ട് ഞാൻ ഈ ഓപ്പറേഷൻ നടത്തില്ല. അങ്ങനെ എന്നെ വരുതിക്ക് കൊണ്ടുവരാമെന്ന് നിങ്ങൾ കരുതണ്ട. വാസുദേവൻ അപ്പോഴും ചിരിയോടെ പറഞ്ഞു, നിനക്കിപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ഇപ്പോഴീ പണം വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്ന് സങ്കല്പിച്ചു നോക്കൂ. നിന്റെ അച്ഛൻ കാരണമാണ് ഈ അപകടം ഉണ്ടായതെന്ന് പല്ലവി അറിഞ്ഞാൽ പിന്നെ നിന്നോടുള്ള അവളുടെ പെരുമാറ്റം എങ്ങനെയാവും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബ പ്രശ്നം കാരണം നിന്റെ ഭാര്യയ്ക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെടാൻ പോവുകയാണ്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ പണം വാങ്ങി ഓപ്പറേഷൻ നടത്തണം. അബി വാസുദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. വലിയൊരു തന്ത്രമാണ് അച്ഛൻ കളിച്ചതെന്ന് അബിക്ക് മനസ്സിലായി. ഇത് താൻ പ്രതീക്ഷിക്കാത്ത നീക്കമാണെന്ന് അബി ചിന്തിച്ചു. അവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ വാസുദേവൻ തുടർന്നു, അബി, നിന്റെ അച്ഛനെ എനിക്ക് നന്നായിട്ടറിയാം. ഇതിവിടെ തീരുമെന്ന് തോന്നുന്നില്ല. ഇനി പല്ലവി. പെട്ടെന്ന് പല്ലവി എന്ന് കേട്ടതും അബി പരിഭ്രാന്തിയോടെ സംസാരത്തിനിടയിൽ കയറി പറഞ്ഞു, ഓക്കെ, ശരി ശരി. പല്ലവിയെയോ അവളുടെ കുടുംബത്തെയോ അപകടത്തിലാക്കുന്ന ഒന്നും നിങ്ങൾ ഇനി ചെയ്യരുത്. നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, ഞാൻ ആരാണെന്ന സത്യം പുറത്തുള്ള ആരും അറിയരുത്. അതുപോലെ ഞാൻ കാരണമാണ് ഈ അപകടം സംഭവിച്ചത് എന്നതും ആരും അറിയരുത്. അബിയുടെ മറുപടി കേട്ട് വാസുദേവൻ വക്കീൽ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് പല്ലവി അവിടേക്ക് വരുന്നത് അബി കണ്ടത്. അവളുടെ കയ്യിൽ ഒരു ടിഫിൻ ഉണ്ടായിരുന്നു. പല്ലവിയെ കണ്ടതും വാസുദേവൻ അവിടെ നിന്നും പോയി. അബി അപ്പോഴേക്കും ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് ഓപ്പറേഷനു വേണ്ട നടപടികൾ ഇപ്പോൾ പൂർത്തിയാകുമെന്നും ഓപ്പറേഷൻ ആരംഭിക്കാനും പറഞ്ഞു. പല്ലവി അബിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എന്താണ് അച്ഛന്റെ അവസ്ഥ? ആ, ഇപ്പൊ കുറച്ച് സുഖമാവുന്നുണ്ട്. എങ്കിലും പൂർണ്ണമായും മാറിയിട്ടില്ല. ഇതുവരെ കാണാനായിട്ടില്ല. അപ്പോൾ പല്ലവി കയ്യിലുള്ള ടിഫിൻ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയതാണ്. അച്ഛന് സുഖമായാൽ കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. നീയും രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. തൽക്കാലം ഇത് കഴിക്കേ. അപ്പോഴാണ് തനിക്ക് വിശക്കുന്നുണ്ടല്ലോ എന്ന് അബിക്ക് ഓർമ്മ വന്നത് തന്നെ. അവൻ വേഗം ടിഫിൻ വാങ്ങി തുറന്നു നോക്കി. അതിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു അത്. അപ്പോഴാണ് അവൻ പല്ലവി പറഞ്ഞ ഒരു കാര്യം ഓർത്തത്. അച്ഛനു വേണ്ടിയാണ് അവൾ ഇത് കൊണ്ടുവന്നത് എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ അങ്കിളിന് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലല്ലോ. അത് പല്ലവിക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ പിന്നെ ഇവളിത് എനിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നതാണ്. തുറന്ന് സമ്മതിക്കില്ലെന്ന് മാത്രം. അബിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അവനത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും രവിചന്ദ്രനെ ഐസിയുയിൽ നിന്ന് മാറ്റിയിരുന്നു. അതിനിടയിൽ അബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. രമ്യയായിരുന്നു അത്. അബി സംശയത്തോടെ ഫോൺ എടുത്തതും അപ്പുറത്തുനിന്നും ഒരു ശബ്ദം കേട്ടു. അബി, എന്നെ വന്ന് രക്ഷിക്കൂ, ഇല്ലെങ്കിൽ ഇവരെന്നെ നശിപ്പിക്കും. അപ്പോൾ അബി ചോദിച്ചു, ഇതെന്താ പുതിയൊരു നാടകം? രമ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എടാ, നാടകമൊന്നുമല്ല. ഇവിടെ ക്ലബിൽ വെച്ച് ചിലരെന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയതാണ്. അർജുന്റെയും സതീഷിന്റെയും നമ്പറിൽ വിളിച്ച് കിട്ടുന്നില്ല. അതുകൊണ്ടാ വേഗം നിന്നെ വിളിച്ചത്. ഒന്ന് പെട്ടെന്ന് വാ. പെട്ടെന്ന് ആരോ അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിയെടുത്ത് താഴേക്ക് എറിഞ്ഞതുപോലെ അബിക്ക് തോന്നി. രമ്യയുടെ നിലവിളിയും ചില ഗുണ്ടകളുടെ ശബ്ദവും അബിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇന്ന് നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് ഇന്ന് പൂർത്തിയാക്കണം. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. അപ്പോൾ രമ്യയുടെ നിലവിളി അവിടെ ഉയർന്നു. ഗുണ്ടകളെല്ലാം ഉറക്കി ചിരിക്കാൻ തുടങ്ങി. ആ നിലവിളിയും ചിരിയും എല്ലാം അബിയുടെ കാതുകളിൽ വ്യക്തമായി കേട്ടു. അബി വേഗം പല്ലവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, പല്ലവി, എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. പല്ലവി എന്തോ തിരികെ പറയാൻ ശ്രമിച്ചെങ്കിലും അബി അതൊന്നും കേൾക്കാൻ നിൽക്കാതെ വേഗം അവിടെ നിന്നും പോയി. അബി വേഗം ആ ക്ലബിലേക്ക് എത്തിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. ആ ക്ലബ്ബ് മുഴുവൻ ശൂന്യമായിരുന്നു. അപ്പോൾ തന്നെ അബിക്കെന്തോ ഗൂഢാലോചന മണത്തു. അവൻ ഹൃദയമിടിപ്പോടെ കുറച്ചുകൂടെ അകത്തേക്ക് നടന്നു നോക്കി. പെട്ടെന്നാരോ പുറകിൽ നിന്ന് ഒരു തൂവാല കൊണ്ട് അവന്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. അബി സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മെല്ലെ ബോധം കെട്ടു വീണു. അതിനിടയിൽ മുന്നിൽ 2 രൂപങ്ങൾ അവൻ വ്യക്തമായി കണ്ടിരുന്നു. രമ്യയും സതീഷുമായിരുന്നു അത്. മെല്ലെ അവന്റെ ശരീരം തളർന്നു. അവൻ ബോധരഹിതനായി നിലത്തേക്ക് വീണു. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് അബിക്കൊന്നും മനസ്സിലായില്ല. പിറ്റേന്ന് രാവിലെ അബി ഉറക്കമുണർന്നപ്പോൾ
തന്റെ മുറിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ അപ്പോഴും തലകറക്കം പോലെ തോന്നി. ഒരു നിമിഷം എന്താണ് സംഭവിച്ചത് എന്നവന് മനസ്സിലായില്ല. പിന്നെയാണ് അവൻ കഴിഞ്ഞ രാത്രിയിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഓർത്തെടുത്തത്. അപ്പോൾ അബി ഞെട്ടിക്കൊണ്ട് ആലോചിച്ചു. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്കെന്താണ് സംഭവിച്ചത്? രവിചന്ദ്രൻ അങ്കിൾ ഹോസ്പിറ്റലാണല്ലോ. ഞാനിവിടെ അവരുടെ കൂടെ നിൽക്കാതെ ഇവിടെ റൂമിൽ കിടക്കുകയായിരുന്നു എന്നറിഞ്ഞാൽ പല്ലവി എന്ത് വിചാരിക്കും? പക്ഷെ എന്തായിരിക്കും സംഭവിച്ചത്? അതറിയണമല്ലോ. ഇങ്ങനെ ചിന്തിച്ച് അബി ഫോൺ എടുത്ത് രമ്യയെ വിളിച്ചു. രമ്യ ഫോൺ എടുത്ത ഉടനെ അബി പറഞ്ഞു, രമ്യ, എന്ത് കളിയാണ് ഇവിടെ നടക്കുന്നത്? നീ എവിടെയാണ്? ഞാൻ ആ ക്ലബ്ബിൽ എത്തിയപ്പോൾ അവിടെ നീ ഇല്ലായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ആരോ എന്നെ ആക്രമിച്ചു. പിന്നെ ഞാൻ അബോധാവസ്ഥയിലായി. ഇപ്പോൾ കണ്ണു തുറന്നപ്പോൾ ഞാൻ വീട്ടിൽ എന്റെ മുറിയിൽ തന്നെ കിടക്കുന്നു. സത്യം പറ, എനിക്കെന്താണ് സംഭവിച്ചത്? അപ്പോൾ രമ്യ അവനെ കളിയാക്കി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചെന്നോ? നീ ഇന്നലെ വല്ല മയക്കുമരുന്ന് കഴിച്ച് കിടന്നതാവും. രാവിലെ തന്നെ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ എവിടെയും വിളിച്ചിട്ടില്ല. ഞാനിപ്പോൾ പുറത്താണ് ഉള്ളത്. നീ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. നിന്നോട് സംസാരിച്ചു നിൽക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതും പറഞ്ഞ് രമ്യ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടു. പല്ലവിയുടെ മെസ്സേജ് ആയിരുന്നു അത്. അച്ഛനിപ്പോൾ സുഖമാവുന്നുണ്ട്. വേഗം തന്നെ ഡിസ്ചാർജ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിനായി ഓഫീസിലേക്ക് പോവുകയാണ്. അത് വായിച്ച് അബി ഒരു ദീർഘനിശ്വാസം വിട്ടു. അപ്പോഴാണ് അവന്റെ മൊബൈലിൽ വാസുദേവന്റെ കോൾ വന്നത്. കോൾ എടുത്ത അബിയോട് വാസുദേവൻ പറഞ്ഞു, നിനക്ക് താമസിക്കാൻ ഞാൻ ഊട്ടിയിലെ ഹിൽവ്യൂ മാൻഷനിൽ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിനക്ക് അവിടെ പോയി നോക്കാം. അതിന്റെ ഉടമ ദേവരാജനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഹിൽവ്യൂ മാൻഷനെ കുറിച്ച് അബി ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ ഒരു ഫ്ളാറ്റിന്റെ വില 50 കോടിയിൽ കുറയില്ലെന്ന് അവനറിയാം. പല്ലവിക്ക് അവിടം ഒരുപാട് ഇഷ്ടമാണെന്ന് ഒരിക്കൽ പറഞ്ഞത് അബി ഓർത്തു. അബി പിന്നീട് വേഗം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് ബൈക്ക് എടുത്ത് ദേവ് ശർമ്മയുടെ ക്ലബ്ബിലേക്ക് പോയി. രാത്രിയിൽ നടന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു അവന്റെ ചിന്ത മുഴുവൻ. അവൻ സ്വയം പറഞ്ഞു, ദേവ് ശർമ്മയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അയാളുടെ ക്ലബ്ബിൽ എന്താണ് നടന്നതെന്ന് അയാൾക്കറിയാതിരിക്കില്ല. പക്ഷേ അതിനു മുൻപ് ഹിൽവ്യൂ മാൻഷനിലേക്ക് പോകുന്നതാണ് നല്ലത്. വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം തീർത്തേക്കാം. അങ്ങനെ ചിന്തിച്ച അബി ബൈക്കും കൊണ്ട് ഹിൽവ്യൂ മാൻഷനിലേക്ക് പോയി. അവിടെ എത്തിയതും അവൻ ബൈക്ക് ഒതുക്കി അകത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 സെക്യൂരിറ്റികൾ അവന്റെ വഴി തടഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാണ് നീ? എന്താണ് അകത്തേക്ക് പോകുന്നത്? അപ്പോൾ അബി പറഞ്ഞു, എനിക്കിവിടെ ഒരു വീട് വേണം. ഞാനത് കാണാൻ വേണ്ടി വന്നതാണ്. അബിയുടെ പഴയ ബൈക്കും അവന്റെ വസ്ത്രവും എല്ലാം കണ്ട് ആ സെക്യൂരിറ്റിക്കാർ ചിരിക്കാൻ തുടങ്ങി. അവരവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, എടാ ചെക്ക, നീ ആദ്യം ഒന്ന് പോയി കണ്ണാടി നോക്കിയിട്ട് വാ. നിന്റെ കോലം വെച്ചാണോ ഇവിടെ ഫ്ളാറ്റ് വാങ്ങാൻ വരുന്നത്? ഇതിന്റെ ഗേറ്റ് കടക്കാനുള്ള അവകാശം പോലും നിനക്കില്ല. എന്തെങ്കിലും സ്വപ്നം കണ്ടു വന്നതാണെങ്കിൽ തിരികെ പോയിക്കോ. അവരുടെ സംസാരം കേട്ട് അബി പറഞ്ഞു, ഒരാളെ വസ്ത്രം നോക്കി വിലയിരുത്താൻ പാടില്ല. ഇവിടെ വരുന്ന അതിഥികളോട് നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അവർ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അബിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. അവസാനം ആ സെക്യൂരിറ്റികൾ അവന്റെ ബൈക്ക് നശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അബി മുന്നോട്ട് ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. അബി അവരെ തല്ലാൻ നിന്നപ്പോൾ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, സർ, ദയവ് ചെയ്ത് അവരോട് ക്ഷമിക്കണം. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. അബി തിരിഞ്ഞു നോക്കിയപ്പോൾ ഹിൽവ്യൂ മാൻഷന്റെ ഉടമ ദേവരാജ് അവിടെ നിൽക്കുന്നത് കണ്ടു. ദേവരാജ് ആ സെക്യൂരിറ്റികളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരുന്ന അതിഥികളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നറിയുമോ? അപ്പോൾ അബി ദേവരാജിനോട് പറഞ്ഞു, എന്നെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണ്ട മിസ്റ്റർ ദേവരാജ്. എന്നാൽ ഇവിടെ ഒരു പാവപ്പെട്ടവൻ വന്നാൽ എങ്ങനെ മാന്യമായി പെരുമാറണമെന്ന് ഇവരറിയണം. ദേവരാജ് പരുങ്ങലോടെ പറഞ്ഞു, സർ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അറിയാമായിരുന്നു. ഞാനത് ഇവരോട് പറയാൻ മറന്നതാണ്. സാറിനുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. അകത്തേക്ക് വരണം. അതും പറഞ്ഞ് ദേവരാജ് അബി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.